നിസ്സാരമായി കാണാൻ നമുക്ക് സാധിക്കുകയില്ല. കർഷകരെന്ന് കേരളത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടക്കണിയുടെ അതല്ലെങ്കിൽ ജീവിക്കാൻ മാർഗമില്ലാത്തതിന്റെ നേർചിത്രമാണ് ഒരു പാവപ്പെട്ട കർഷകൻ ഇടപ്പാറ ജോസ് എന്ന പേരുള്ള ഒരു പാവപ്പെട്ട വാഴ കൃഷി നടത്തി ജീവിക്കുന്ന ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യമുണ്ടായത്. എനിക്ക് എന്നെ സംബന്ധിച്ച് വർഷങ്ങളായി നേരിട്ടറിയാവുന്ന ഒരു പാവം മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് 25 50 ലക്ഷമോ കോടിയൊന്നും അല്ല അദ്ദേഹത്തിന്റെ പ്രശ്നം. സ്വന്തം ഭാര്യയ്ക്ക് മരുന്ന് മേടിക്കാൻ പോലും പണമില്ലാത്ത കഷ്ടപ്പാട് കൂടി കടന്നുപോവുകയായിരുന്നു അദ്ദേഹം. മരിക്കുന്ന ദിവസം ആ മനുഷ്യൻ സുഹൃത്തിനോട് പറഞ്ഞു, എനിക്ക് ആ പെൻഷൻ ഒന്ന് കിട്ടിയായിരുന്നെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് മരുന്ന് വാങ്ങി കൊടുക്കാമായിരുന്നു എന്ന്. സുഹൃത്തുക്കൾ തമ്മിൽ ആ സംഭവം പങ്കുവെക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഉറ്റ സുഹൃത്തായ മാണി എന്ന് പറയുന്ന മനുഷ്യന്റെ കണ്ണു നിറയുന്നത് ഞാൻ കണ്ടു. അഭിമാനിയായിരുന്നു. സാധാരണഗതിയിൽ കർഷകരൊക്കെ അഭിമാനികളാണ്. നമുക്ക് വേണമെങ്കിൽ ദുരഭിമാനം എന്ന് വേണമെങ്കിൽ ഓമനപ്പേരിട്ട് വിളിക്കാം. പക്ഷെ അതല്ല. മണ്ണിൽ പണിയെടുക്കുന്ന കർഷകരെ സംബന്ധിച്ച് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് കൃത്യസമയത്ത് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് മണ്ണിൽ പണിയെടുക്കുന്ന കർഷകർ. സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥ പ്രമുഖരെ സംബന്ധിച്ച് കർഷകരോട് പുച്ഛമാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അവർക്കും കർഷകരോട് പുച്ഛമാണ്. ഗവൺമെന്റ് വലിയ മോഹന വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന പിണറായി ഗവൺമെന്റിനെ സംബന്ധിച്ച് കർഷകരോട് ഒരൽപ്പം വില കാണിക്കണം എന്നാണ് ഞങ്ങൾക്ക് ഈ പ്രതിഷേധ കൂട്ടായ്മയിൽ അതല്ലെങ്കിൽ ഈ നിരാകരണ സമരത്തിൽ ആവശ്യപ്പെടാനുള്ള ഒരു കാര്യം. എത്ര കർഷകരാണ് കേരളത്തിലുടനീളം ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ കണ്ണുമുമ്പിൽ കണ്ട ഈ പാവപ്പെട്ട കർഷകന്റെ കുടുംബത്തിന്റെ കണ്ണുകൾ കണ്ടാൽ നമ്മൾ ഹൃദയം പൊട്ടിമരിച്ചു പോകും. സുഹൃത്തുക്കളെ, കിടക്കാനൊരു വീടില്ല. നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പരാജയമാണ്. ആ മനുഷ്യന് ഒരു 2 വർഷം മുമ്പ് വരെയും ഒരു 40 സെന്റ് സ്ഥലമുണ്ടായിപ്പോയി. വൈദ്യുതിന്റെ അടുത്തുള്ള യാതൊരു വിധത്തിലും കൃഷി ചെയ്ത് ജീവിക്കാൻ മാർഗമില്ലാതെ വൈദ്യുതിയോട് ചേർന്ന് ഒരു 40 സെന്റ് സ്ഥലമുണ്ടായിരുന്നു. ആ സ്ഥലത്ത് അദ്ദേഹത്തെ കൊണ്ടാവുന്നവരെ കൃഷികളൊക്കെ ചെയ്യാറുണ്ട്. പാട്ടത്തിനെടുത്ത ഭൂമിയിലാണ് വാഴ കൃഷി ചെയ്യുന്നത്. വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട് കൃഷികളിൽ ഒന്നും വിജയിക്കാൻ സാധിക്കുന്നില്ല. നിരന്തരമായ കൃഷിയുടെ പരാജയം ഒരു മനുഷ്യനെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടു എന്ന് പറഞ്ഞാൽ നമ്മൾ ഇക്കാലത്ത് അതിശയിക്കേണ്ടതില്ല. നമ്മൾ പത്രത്തിലും ചാനലിലുമൊക്കെ വായിച്ച് അവിടെയും ഇവിടെയൊക്കെ കാർഷിക ആത്മഹത്യ നടന്നു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് അതൊരു കേട്ടറിവ് മാത്രമാണ്. ഇത് സ്വന്തം അനുഭവം വരുമ്പോൾ 2 മക്കൾ 3 മക്കളുള്ള പാവപ്പെട്ട ഒരു കുടുംബത്തിലെ അദ്ദേഹത്തിന്റെ ഭാര്യ ഗുരുതരമായ ഹൃദ്രോഗത്തിന് വിധേയമായ സ്ത്രീയാണ്. പ്രായമായ ആ സ്ത്രീക്ക് മരുന്ന് വേകാൻ പൈസയില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം ഒരു ശാസ്ത്രീയ സംഘത്തെ സമീപിക്കുകയുണ്ടായി. ശാസ്ത്രീയ സംഘത്തിന്റെ കുറ്റമൊന്നുമല്ല. അവരെ സംബന്ധിച്ച് എഴുതപ്പെട്ട ചില പ്രാദേശികമായ നിയമങ്ങളുണ്ട്. പണം കടം കൊടുക്കാൻ അദ്ദേഹം വാങ്ങിയ പണം കൃത്യസമയത്ത് അദ്ദേഹത്തിന് ശാസ്ത്രീയ സംഘത്തിൽ തിരിച്ചടയ്ക്കാൻ പറ്റിയില്ല. അതുപോലെ തന്നെ ഈ മരിക്കുന്നതിന്റെ തൊട്ടു തലേ ദിവസം അതല്ലാതെങ്കിൽ മരിക്കുന്ന അന്ന് അദ്ദേഹം 2 വ്യക്തികളോട് വാങ്ങിയ പണം കൊടുക്കാനുണ്ടായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഭിമാനം അദ്ദേഹത്തെ ആ പണം ഇന്നും തരാനില്ല എന്ന് പറയാനുള്ള അഭിമാനം അദ്ദേഹത്തിന് സമ്മതിച്ചില്ല. മാനസികമായ വേദന അതാണ്, സാമ്പത്തികമാണ്, അത് കൃഷിയുടെ തകർച്ചയാണ്. ഈ കൃഷിയുടെ തകർച്ച ഉണ്ടാക്കിയ സാഹചര്യം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിച്ചു പോകേണ്ടത്. പാവപ്പെട്ട കൃഷിക്കാരെ സംബന്ധിച്ചിടത്തോളം റബ്ബറിന് വിലയില്ല, തേങ്ങായ്ക്ക് വിലയില്ല. മലയോരത്ത് മെയിനായ കൃഷി നെല്ലല്ല സുഹൃത്തുക്കളെ. നെൽകൃഷിയോ
അതല്ലെങ്കിൽ ഉരുളക്കിഴങ്ങോ ഉള്ളിയോ അല്ല നമ്മൾ കൃഷി ചെയ്യുന്നത്. ഉരുളക്കിഴങ്ങും ഉള്ളിയും കരിമ്പും കൃഷി ചെയ്യുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ കൃഷിക്കാർക്ക് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് വായ്പ കൊടുക്കുന്നുണ്ടാകാം. അവർക്ക് പ്രയാസങ്ങളില്ല എന്നല്ല ഞാൻ പറയുന്നത്. മലയോരത്ത് നാണ്യവിളകൾ കൃഷി ചെയ്യുന്ന ഏറ്റവും ചെറിയ പക്ഷം വാഴ മാത്രമാണ് നമ്മൾ കൃഷി ചെയ്യുന്നത്. കപ്പയോ ചേമ്പോ ചേനയോ ഒന്നും നമുക്ക് മലയോരത്ത് കൃഷി ചെയ്യാൻ ആവാത്ത വിധം കാട്ടുമൃഗങ്ങളുടെ ശല്യമാണ് നമ്മളെ സംബന്ധിച്ചുള്ളത്. ഈ കൃഷിക്കാരൻ ആത്മഹത്യ ചെയ്യാനുള്ള സാഹചര്യം പോലെ തന്നെ നമ്മുടെ ഏറ്റവും ബഹുമാന്യനായ DCCയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ് ഈ സമരപരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് ഞാൻ കടന്നു പോകുന്നില്ല. ഒരു കൃഷിക്കാരനെ സംബന്ധിച്ച് അവൻ മണ്ണിൽ പണിയെടുത്ത് കൃഷി ചെയ്താൽ മാത്രമേ എത്ര ഉദ്യോഗസ്ഥ പ്രമുഖർക്കാണെങ്കിലും ഏത് ഉന്നത സ്ഥാനം വഹിക്കുന്നവർക്കാണെങ്കിലും അവനുണ്ടാക്കുന്ന മണ്ണിൽ പണിയെടുത്തുണ്ടാക്കുന്ന ആ ഉൽപ്പന്നം കഴിച്ചിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ. സ്വർണ്ണ ബിസ്ക്കറ്റ് കഴിച്ചിട്ട് ആർക്കും ജീവിക്കാൻ സാധിക്കില്ല എന്നൊരു സത്യം കൂടി ഈ പാവപ്പെട്ട കൃഷിക്കാരോട് ഈ ഗവൺമെന്റ് ഒരു കരുണ കാണിക്കണം എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഈ ഉല്ലാസ സമരം ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിയ ശ്രീ മാർട്ടിൻ ജോർജ് DC പ്രസിഡന്റ് മാർട്ടിൻ ജോർജിനെ ഞാൻ ഈ പരിപാടിയുടെ ഉദ്ഘാടനത്തിന് വേണ്ടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കുകൾ കൊടുക്കുന്നു. നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട അധ്യക്ഷൻ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ടോമി, ഇവിടെ ഈ ഉപവാസ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറെ ബഹുമാന്യനായ ഇരിക്കൂറിന്റെ ജനകീയ MLA അഡ്വക്കേറ്റ് സജി ജോസഫ്, UDFന്റെ ജില്ലാ ചെയർമാൻ PT മാത്യു, കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഏറെ പ്രിയങ്കരനായ KC വിജയൻ, UDFന്റെ ജില്ലാ ചെയർമാൻ പ്രിയപ്പെട്ട KN ഖാദർ, CK മുഹമ്മദ്, KV ഫിനോമിന, ജോസ് വട്ടവല, സാബു കൃഷ്ണൻ വിലേരി, മുഹമ്മദ് ബ്ലാത്തൂർ, നാരായണൻ, മോഹസിൻ, KD സാബോസ്, ജോസ് അരവഴി, സജിയോദര, നാരായണൻ, പ്രിയപ്പെട്ട ഇവിടെ സ്വാഗതം പറഞ്ഞ ബാലകൃഷ്ണൻ ഉൾപ്പെടെ UDFന്റെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് നമ്മുടെ നാട്ടിലെ ഏറെ പ്രാധാന്യമുള്ള ഒരു ജനകീയ വിഷയം ഏറ്റെടുത്തുകൊണ്ടാണ് സജി ജോസഫ് MLAയുടെ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരത്തിലുള്ള ഒരു ഉപവാസ സമരം സംഘടിപ്പിച്ചിരിക്കുന്നത്. നമ്മളൊക്കെ തന്നെ ഇപ്പോൾ വളരെ നടുക്കത്തോടുകൂടിയാണ് രാവിലെ ഉണർന്നെണീക്കുമ്പോൾ പത്രങ്ങളോ അല്ലെങ്കിൽ ദൃശ്യമാധ്യമങ്ങളോ കാണുന്നത്. കാരണം നമ്മുടെ സംസ്ഥാനത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ജില്ലയിൽ, പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ കർഷകരുടെ ദയനീയമായ ഒരു ചിത്രമാണ് നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നത്. നമുക്കറിയാം, ഈ 3 മാസത്തിനിടയിൽ നമ്മുടെ നാട്ടിൽ, നമ്മുടെ മലയോര പ്രദേശത്ത് മണ്ണിനോട് മല്ലടിച്ചുകൊണ്ട് ജീവിക്കുവാൻ വേണ്ടി, കുടുംബം പുലർത്താൻ വേണ്ടി, മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി, മറ്റ് എല്ലാ ഉദ്ദേശങ്ങളോടും കൂടി മണ്ണിനോട് മല്ലടിച്ച് ജീവിതം കഷ്ടപ്പെട്ട് മുന്നോട്ട് പോകുന്ന കർഷകർ, ആ കർഷകരിൽ 4 പേരാണ് ഈ 3 മാസത്തിനിടയിൽ നമ്മുടെ പ്രദേശത്ത്
ആത്മഹത്യ ചെയ്യേണ്ട ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏറെ ദുഃഖകരമായ ഒരു സത്യമാണ്. അതിന് പരിഹാരമുണ്ടാക്കാൻ വേണ്ടിയുള്ള നിലപാടുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ ഉപവാസ സമരത്തിന് ആധാരമായിട്ടുള്ള കാര്യം. നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിൽ, ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മുടെ ശ്രീകണ്ഠപുരത്ത് ജോസഫും മറ്റത്തിൽ ജോസഫും, അതുപോലെ തന്നെ നമുക്കറിയാം കൊളക്കാട്ടിലെ ഡേവിഡും ആൽബർട്ടും, അതുപോലെ തന്നെ മുടിക്കാലത്ത് സുബ്രഹ്മണ്യവും, ഇപ്പോൾ ഇന്ന് നമ്മുടെ ഏറെ പ്രിയങ്കരനായ ജോസും ആത്മഹത്യ ചെയ്തു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ഓരോരോ ദിവസവും നമ്മൾ എങ്ങോട്ടേക്കാണ് കടന്നു പോകുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത്രമേ ആത്മഹത്യ നടക്കുമ്പോൾ മാത്രം അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നാടായി നമ്മുടെ സംസ്ഥാനം മാറിയിരിക്കുകയാണ്. എന്തെല്ലാം കാര്യങ്ങൾ ഗവൺമെന്റിന് ഈ വിഷയത്തിൽ ചെയ്യാൻ വേണ്ടി സാധിക്കും? അത്തരം കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ ഗവൺമെന്റ് കടന്നു പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഇത്ര വിഷയങ്ങൾ വീണ്ടും വീണ്ടും തുടർ സംഭവമായി മാറിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വളരെ പ്രയാസം അനുഭവിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. നമുക്കറിയാം, കാലാവസ്ഥയിൽ വന്നുകൊണ്ടിരിക്കുന്ന ആ വ്യതിയാനങ്ങൾ, ഈ കഴിഞ്ഞ ദിവസം വരുന്ന മഴ കർഷകരെ സംബന്ധിച്ചിടത്തോളം അവനൊരു ഇടുത്തിയായി മാറുകയാണ്. കാരണം പച്ചക്കറി കൃഷി ചെയ്യുന്നവരുണ്ട് നമ്മുടെ പ്രദേശത്ത്. പച്ചക്കൃഷി ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർ വിളവെടുക്കുന്ന ഒരു സമയം വരുമ്പോൾ അവിടെ വരുന്ന ഈ മഴയും കാര്യങ്ങളും, അതുപോലെ തന്നെ കശുമാവിന്റെ കൃഷിയുമായി ബന്ധപ്പെട്ട് എല്ലാ കൃഷികൾക്കും നമ്മൾ അനുയോജ്യമായ ഒരു കാലാവസ്ഥയായിരുന്നുവെങ്കിൽ അതിലൊക്കെ വിപരീതമായ ഒരു ചിത്രം വരുമ്പോൾ കർഷകരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രയാസമാണ് സൃഷ്ടിക്കുന്നത് എന്ന് കാണുവാൻ വേണ്ടി സാധിക്കും. ഇവിടെ തന്നെ ഈ ജോസിന്റെ അനുഭവം നമ്മളെടുത്ത് പരിശോധിക്കണം. അദ്ദേഹം 2500ഓളം വാഴകളാണ് കൃഷി ചെയ്ത് അതിന്റെ അവസാനം എത്തുമ്പോൾ അവിടെ കാറ്റ് വരികയോ അല്ലെങ്കിൽ മറ്റ് രോഗങ്ങൾ വരികയോ അതുപോലെ തന്നെ വിലകുറവുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി എന്ന് നമുക്ക് കാണാൻ സാധിക്കുകയും, ഇത് തന്നെയാണ് ഇവിടുത്തെ വിഷയം. കർഷകൻ വളരെ പ്രയാസപ്പെട്ട്, ഇപ്പോൾ നമുക്കറിയാം, പണിക്കാരെ വെച്ച് തൊഴിലാളികളെ വെച്ച് പണിയെടുപ്പിച്ച് ഒരു കൃഷി പോലും നടത്താൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഇത് നമ്മുടെ നാട്ടിലുള്ളത്. ഒരു ദിവസം കൂലി 1000 രൂപയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ 1000 രൂപ ഒരു തൊഴിലാളിക്ക് കൊടുത്തുകൊണ്ട് പണിയെടുപ്പിച്ചുകൊണ്ട് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണുള്ളത്. അപ്പൊ കർഷകൻ അവൻ സ്വന്തം പണിതുകൊണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കുന്നു. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു, പാട്ടത്തിന് സ്ഥലമെടുക്കുന്നു, പാട്ടത്തിന് സ്ഥലമെടുത്ത് അവൻ കൃഷിക്ക് വേണ്ട പരിപാടികളുമായി പോകുന്നു, കൃഷി ചെയ്യുന്നു, ചെയ്ത് വളമൊഴിച്ച് വളമിട്ട് അതുപോലെ തന്നെ വെള്ളമൊഴിച്ച് നട്ട് വളർത്തി അത് വലുതാക്കി വരുന്നു. അതിന്റെ വിളവെടുപ്പ് സമയമാകുമ്പോഴേക്കും പ്രിയമുള്ളവരെ നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത്, ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്നല്ലെങ്കിൽ അതിന് വില കുറവ് വരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാലാവസ്ഥ വ്യതിയാനങ്ങൾ വരുന്നു. അപ്പോൾ കർഷകന് ഒന്നുമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കർഷകൻ പോകും. നമ്മൾ പറയുന്നത് ഇതിനൊരു പരിഹാരമുണ്ടാകണം. ശാശ്വതമായി കർഷകനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഉൽപാദനത്തിന് വില കിട്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാക്കിയെടുക്കാൻ, അതിനെ കർഷകനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്നാണ്? ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നവകേരള യാത്ര നടത്തി ജനങ്ങളെ പറ്റിക്കോ കൊള്ളയടിക്കോ ചെയ്യുന്നതല്ല. കേരളീയം എന്ന പരിപാടി നടത്തി കോടികൾ മുടക്കുക എന്നതുള്ളതല്ല. മറിച്ച് കഷ്ടപ്പെടുന്നവന്റെ പ്രയാസം കാണാൻ
ഉണ്ടാക്കാമെന്ന് ഗവൺമെന്റ് പറഞ്ഞു. അവിടെ ആനകളിൽ ഉണ്ടാക്കാനുള്ള ഒരു നടപടി ഗവൺമെന്റ് സ്വീകരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ്? 15 കിലോമീറ്റർ നിങ്ങൾ പരിശോധിക്കണം. 15 കിലോമീറ്ററോളം നടന്നു വന്നാണ് ആ ആന ഉളിക്കൽ ടൗണിലെത്തിയത്. ആ ഉളിക്കൽ ടൗണിലെത്തി ഒരു കർഷകനാണ് ആനയെ തന്റെ ആക്രമണം കൊണ്ട് മരണപ്പെട്ടത്. നിങ്ങൾ പരിശോധിക്കേണ്ടത് ഈ 15 കിലോമീറ്റർ നടന്നു വരുന്ന ഇടയിൽ എത്ര വീടുകൾ ആക്രമിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ എന്തോ ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ നന്മ കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ആന ഈ ഒരു സംഭവത്തോടുകൂടി അവസാനിപ്പിക്കേണ്ടി വന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ പറയുന്നത് ഗവൺമെന്റിന്റെ പിടിപ്പുകേടാണ്. അവിടെ ഐക്യജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ ഭരണകാലഘട്ടത്തിൽ 22 കോടി രൂപയാണ് ആനമതിലുമായി ബന്ധപ്പെട്ട് അവിടെ പാസാക്കിയെടുത്തത്. ശ്രീ സണ്ണി ജോസഫ് നിയമസഭയിൽ വിഷയം അവതരിപ്പിക്കുകയും അതിന്റെ ഫലമായി 22 കോടി രൂപ ഐക്യജനാധിപത്യ മുന്നണി ഭരിക്കുമ്പോൾ അവിടെ പാസാക്കിയെങ്കിൽ അതിന് നിലപാട് സ്വീകരിക്കുവാൻ വേണ്ടി ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതിനെ പ്രേരിപ്പിക്കാൻ വേണ്ടി ഇപ്പോൾ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. എന്തുകൊണ്ടാണ് വീണ്ടും സംഭവിക്കുന്നു? പിന്നെ ഗവൺമെന്റ് പറയുന്നത് അതിനുള്ള പരിഹാരമുണ്ടാവും. അവിടെ കളക്ടറേറ്റിൽ പോയി സമരം നടത്തുന്നു. ആ സമരം ഉദ്ഘാടനം ചെയ്യുന്നത് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടനം ചെയ്യുന്നു. ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രഖ്യാപിക്കുന്നു പണം അനുവദിച്ചിരിക്കുന്നുവെന്ന്. എന്തായി? ഇതുവരെ എന്തെങ്കിലും ചെയ്തോ? ഇത് ഓരോരോ സമയം വരുമ്പോൾ ഓരോരോ പ്രഖ്യാപനങ്ങൾ നടത്തുന്നു എന്നതിനുപരിയായി അവിടെ ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ വേണ്ടി ഈ ഗവൺമെന്റിന് സാധിക്കുന്നില്ല. 8 വർഷമായി ഈ ഗവൺമെന്റ് നോക്കുകുത്തിയ പല നിൽക്കുകയാണ്. ജനങ്ങളുടെ മുന്നിൽ കൊഞ്ഞനം കാണിക്കുന്ന ഒരു സമീപനം എടുക്കുന്നു. അതുകൊണ്ട് ഇതിന് ശാശ്വതമായ പരിഹാരമുണ്ടായേ തീരൂ. അതുവരെ കർഷകരെ ഉണർത്തിക്കൊണ്ട് ശക്തമായ സമരവുമായി മുന്നോട്ട് പോകും. ഇത് പാവപ്പെട്ടവരുടെ വിഷയമാണ്. നമ്മള് ഇന്നിവിടെ ജോസഫിന്റെ വീട്ടിൽ പോയവരാണ് ഇവിടെയുള്ള മിക്കവരും. എന്തൊരു ദയനീയമായ ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിച്ചത്. ആ വീടുകളും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ആ രോഗശൈലിയിൽ നിൽക്കുന്ന ഭാര്യ, ആ കുടുംബത്തിന്റെ അവസ്ഥ, അതിന്റെ പശ്ചാത്തലം, ഈ മരിക്കുന്നവരുടെ ഒക്കെ അവസ്ഥ ഏതാണ്? സുബ്രഹ്മണ്യന്റെ അവസ്ഥ പരിശോധിക്കണം. സുബ്രഹ്മണ്യനോട് എന്താണ് പറഞ്ഞത്? നിങ്ങൾ അവിടെ താമസിക്കാൻ പാടില്ല, അവിടെ താമസിക്കാൻ പാടില്ല. അദ്ദേഹത്തിന് 2 ഏക്കർ സ്ഥലമുണ്ട്. ആ 2 ഏക്കർ സ്ഥലത്ത് ആന ഇറങ്ങുന്ന സ്ഥലമാണ്. അവിടെ ഫോറസ്റ്റ് ഓഫീസർമാർ പോയിട്ടാണ് പറയുന്നത്. അവിടുത്തെ CPM പഞ്ചായത്ത് മെമ്പർ പോയിട്ടാണ് പറയുന്നത് സുബ്രഹ്മണ്യൻ നിങ്ങളിവിടെ താമസിക്കാൻ പറ്റില്ല,
രാജ്യത്ത് നികുതി പണം കൊടുക്കുന്നുണ്ട്. ആ പണം കൊടുക്കുന്നതിന് നമുക്ക് ഈ രാജ്യത്ത് ഈ സംസ്ഥാനത്ത് ജീവിക്കാൻ നമുക്ക് അവകാശമുണ്ട്. അത് സംരക്ഷിക്കാൻ ഈ ഗവൺമെന്റ് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്വമുണ്ട്, കടമയുണ്ട്. അത് ചെയ്യാൻ ഈ ഗവൺമെന്റ് തയ്യാറാകണം എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട് ഇവിടെ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ പണം കർഷകന് കാർഷിക വിളകൾക്ക് പണം ലഭിക്കുന്നില്ല. പക്ഷേ അവൻ വീടുകളിൽ ഭക്ഷണം വെക്കാൻ മേടിക്കുന്ന സാധനങ്ങളുടെ വില എവിടെയാണ്? ഈ കഴിഞ്ഞ ബഡ്ജറ്റോടുകൂടി കർഷകന്റെ പാവപ്പെട്ട തൊഴിലാളികളെ നടുവടിച്ചിരിക്കുകയല്ലേ? 4000 കോടി രൂപയുടെ നികുതി വർധനവിലൂടെ വെള്ളക്കരം വർദ്ധിപ്പിച്ചതിലൂടെ ഈ സംസ്ഥാന ഗവൺമെന്റ് ഒരു സംസ്ഥാന ഗവൺമെന്റ് ചെയ്യാത്ത രീതിയിൽ പെട്രോളിന്റെ ഡീസലിനെ ഏർപ്പെടുത്തി. കേരള രാജ്യത്തെ ഒരു സംസ്ഥാനവും ചെയ്യാത്തതാണ്. അതാത് സംസ്ഥാന ബഡ്ജറ്റിൽ പെട്രോളിന്റെ ഡീസലിനെ ഏർപ്പെടുത്തി 2 രൂപയാണ് പരിശോധിക്കണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഗവൺമെന്റിന്റെ നിലപാട് ജനവിരുദ്ധ നിലപാടാണ്. 4000 കോടി രൂപയുടെ വർധനമാണ്, നികുതി ഭാരമാണ് ഈ സംസ്ഥാനത്ത് ഈ ഗവൺമെന്റ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നത്. ഭരിക്കാൻ അറിയാത്ത ഗവൺമെന്റ്, ഒരു പരിഹാരമുണ്ടാക്കാൻ അറിയാത്ത ഗവൺമെന്റ്, അതിനുവേണ്ടി ചർച്ച നടത്താത്ത ഗവൺമെന്റ്, എന്ത് ചർച്ച ചെയ്യാൻ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾക്ക്, കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾക്ക് എന്ത് പരിഹാരമാണ് ഈ ഗവൺമെന്റ് ചെയ്തിരിക്കുന്നത്? എവിടെയാണ് ഈ ഗവൺമെന്റ് ഒരു ചർച്ച നടത്തിയിരിക്കുന്നത്? കൃഷിമന്ത്രി കാർഷിക മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കൃഷിമന്ത്രിയോ അല്ലെങ്കിൽ മറ്റുദ്യോഗസ്ഥരോ ഒന്നിച്ചിരുന്ന് എവിടെയെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ? ആരോട് പറയും? മുഖ്യമന്ത്രിയോട് നേരിട്ട് സംസാരിക്കാൻ പറ്റുന്ന എത്ര മന്ത്രിമാർ ഈ മന്ത്രിസഭയിലുണ്ട്? ഏത് മന്ത്രിക്കാണുള്ള ധൈര്യമുള്ളത്? പാർട്ടിയുടെ നേതാക്കന്മാർക്ക് സംസാരിക്കാൻ ധൈര്യമുണ്ടോ? ഒരാൾക്ക് പോലും ഈ ഏകാധിപതിയോട് സംസാരിക്കാൻ ധൈര്യമില്ല. പിന്നെ എങ്ങനെയാണ് ഈ നാട്ടിൽ ഇതിനുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുക? സാധാരണ വില വർധന വരുമ്പോൾ അല്ലെങ്കിൽ കാർഷിക മേഖല വിഷയങ്ങൾ വരുമ്പോൾ സാധാരണ അതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി അതിന് പരിഹാരമുണ്ടാക്കും. ഓണക്കാലം വരുമ്പോൾ അതിന് വില കുറച്ച് ലഭിക്കാൻ, വില കുറവിന് വേണ്ടി നിത്യോപയോഗ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്തുന്നതിന് വേണ്ടി സാധാരണ ചർച്ച നടത്താറുണ്ട്. പക്ഷെ ഈ ഗവൺമെന്റിന് അത്തരം ചർച്ചയുമില്ല, ഒന്നുമില്ല ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് ഒന്നും തന്നെ കടന്നു പോകുന്നില്ല. എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്, ഇതിന് പരിഹാരമുണ്ടാക്കാം. ഇങ്ങനെ ഓരോ ദിവസവും കർഷകൻ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം, ആ സാഹചര്യം നമ്മുടെ നാടിന് തന്നെ അപമാനകരമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ കർഷകനെ സംരക്ഷിക്കാൻ, അതിനുള്ള അവനെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട്. അവൻ ഉത്പാദിപ്പിക്കുന്ന വിളകൾക്ക് കൃത്യമായ വില കിട്ടുന്ന സാഹചര്യം ഒരുക്കേണ്ടതായിട്ടുണ്ട്. അവന് നിത്യോപയോഗ സാധനങ്ങളുടെ വില കൃത്യമായി ആവശ്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ ഈ ഗവൺമെന്റിന് ഉത്തരവാദിത്വമുണ്ട്. അത് ഏറ്റെടുക്കണമെന്ന് മാത്രമാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രിയപ്പെട്ട സജീവ് ജോസഫും അദ്ദേഹത്തോടൊപ്പം തന്നെ മറ്റ് ജനപ്രതിനിധികളും ഇവിടെ ഉപവാസ സമരത്തിലാണ്. ശരിക്കും നമുക്കറിയാം, ഇത് ഏറ്റവും ന്യായമായ ഒരു സമരമാണ്. ഈ ഗവൺമെന്റിന്റെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു സമരമാണ്. ഈ സമരത്തിന് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ പിന്തുണയും ഞാനിവിടെ പ്രഖ്യാപിക്കുകയാണ്. ഈ സമരം കൊണ്ട് ഈ ഗവൺമെന്റ് കണ്ണു തുറക്കുമെന്നുള്ള വിശ്വാസമില്ല. അങ്ങനെ ഒരു ഗവൺമെന്റ് ആണ് ഈ ഗവൺമെന്റ് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരുപാട് സമരങ്ങൾ, സെക്രട്ടേറിയറ്റ് മാർച്ച് അടക്കം, എന്തിനു വേണ്ടിയാണ് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തിയത്? ജനകീയ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ടാണ് അവിടെ DIG ഓഫീസ് മാർച്ച് നടത്തിയത്. ആ DIG ഓഫീസ് മാർച്ച് എടുത്തപ്പോൾ 6 പേരിലാണ് കേസെടുത്തത്. ആ DIG ഓഫീസ് മാർച്ച് നടത്തിയ സമയത്ത് ഈ ഗവൺമെന്റ് എന്താണ് ചെയ്തത്? എത്ര സമരങ്ങൾ കണ്ട നാടാണ് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റും അതുപോലെ തിരുവനന്തപുരം ടൗണും. എത്ര സമരങ്ങൾ കണ്ട നാടാണ്. അവിടെ എന്തെല്ലാം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, KPCC പ്രസിഡന്റ് കേരളത്തിലെ MP ആണ്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ MLA ആണ്. ആ MLAയും MPയും മുൻ KPCC പ്രസിഡന്റ് കരുണാകരൻ MP അടക്കമുള്ള മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കന്മാർ ഇരിക്കുന്ന വേദിയിലേക്ക്, അതിന് തൊട്ടടുത്തേക്ക് ടിയർ ഗ്യാസ് പ്രയോഗിച്ച ഒരു സംസ്ഥാന ഭരണകർത്താക്കളാണ്, ഒരു പോലീസാണ് ഈ സംസ്ഥാനത്തുള്ളത് എന്ന് നിങ്ങൾ പരിശോധിക്കണം. നമ്മുടെയൊക്കെ പ്രിയങ്കരനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? പരിശോധിക്കുക. ഈ സംസ്ഥാനത്തിന്റെ ന്യായമായ ജനങ്ങളുടെ ന്യായമായ ആവശ്യത്തിന് വേണ്ടി സമരം ചെയ്തുകൊണ്ടാണ്. അതുപോലെ തന്നെ VD സതീശനെതിരെയും സുധാകരനെതിരെയും കേസെടുത്തിരിക്കുന്നു. എന്താണ്, എങ്ങോട്ടാണ് ഈ ഗവൺമെന്റ് പോകുന്നത്? ന്യായമായ സമരങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കേസെടുത്ത് അവരെ ജയിലിലെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റ് ഇത്തരം സമരങ്ങൾ ഒരുപക്ഷെ കണ്ടുവെന്ന് നടിക്കില്ല. ഈ സമരമൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ല. കാരണം അവർക്ക് ഇതൊന്നും ഒരു വിഷയമല്ല. ജനകീയ വിഷയങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട്
ഈ ഗവൺമെന്റിന്റെ കണ്ണു തോൽപ്പിക്കണം. നമുക്കതിനുള്ള അവകാശമുണ്ട്, നമുക്കതിന് ഉത്തരവാദിത്വമുണ്ട്, നമുക്കതിനുള്ള കടമയുണ്ട്. ആ കടമയും ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ പോരാട്ടവുമായി നമുക്ക് മുന്നോട്ട് പോകണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ എന്റെ പ്രിയ സുഹൃത്ത് ഇരിക്കൂറിന്റെ ജനകീയ എംഎൽഎ ഓരോ വിഷയങ്ങൾ വരുമ്പോഴും ആ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സജി ജോസഫ് എംഎൽഎയുടെ നേതൃത്വത്തിലുള്ള ഒരു ഉപവാസ സമരമാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ഉപവാസ സമരത്തിന് ഒരിക്കൽ കൂടി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് ഈ സമരം ഔപചാരികമായി ഉദ്ഘാടനമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ സംസാരിക്കുന്നു. വേദിയിൽ നിരവധിയായ നേതാക്കളുണ്ട്. ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീ ഫിലോമിന ടീച്ചർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീ ബേബി ഓടപ്പള്ളി, ജോജി കഞ്ഞിക്കാട്, ഇരുവേസി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ മധുവേട്ടൻ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ TC പ്രിയ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റുമാരായ ശ്രീ EV രാമകൃഷ്ണൻ, ജോസ് വട്ടമല, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിമാരായ ശ്രീ ബിജു പുളിയൻതൊട്ടി, മുസ്ലിം ലീഗ് നേതാവ് TNA ഖാദർ, CK മുഹമ്മദ്, കേരള കോൺഗ്രസ് നേതാവ് വർഗീസ് വൈനാമണി, നൌഷാദ് റാത്തോര്, തോമസ് വക്കത്താനം, പഞ്ചായത്ത് മെമ്പർമാർ, മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ബാബു പള്ളിപ്പുറം, റോയി കങ്കാലക്കുന്നാൽ തുടങ്ങി നിരവധിയായ നേതാക്കൾ ഈ വേദിയിലുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി പഞ്ചായത്ത് മെമ്പർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി മുഴുവൻ നേതാക്കളെ ശ്രീകണ്ഠാപുരം ശ്രീ മാധവ മാഷ് തുടങ്ങിയ മുഴുവൻ ആളുകളെയും, കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും UDFന്റെയും മുഴുവൻ ആളുകളെയും, മുഴുവൻ പ്രതിനിധികളെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മളോട് അടുത്തതായി സംസാരിക്കുന്നതിന് വേണ്ടി UDFന്റെ ജില്ലാ ചെയർമാൻ ശ്രീ PT മാധുവിനെ ക്ഷണിക്കുന്നു. ഈ ധർണാ സമരം, ഈ സത്യഗ്രഹ സമരം ഔപചാരിക ഉദ്ഘാടനം ചെയ്തു ആദരണീയനായ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മാർട്ടിൻ ജോർജ്, ഈ സമരത്തിന് നേതൃത്വം കൊടുക്കുന്ന ഇരിക്കൂറിന്റെ പ്രിയപ്പെട്ട MLA, ജനങ്ങളുടെ ബുദ്ധിമുട്ടിലും ദുരിതത്തിലും കഷ്ടപ്പാടിലും പ്രയാസങ്ങളിലും അതെവിടെയാണോ വേദനിക്കുന്ന മനസ്സുകളുള്ളത് അവിടെ ഓടിയെത്താനും സമാശ്വസിപ്പിക്കാനും സ്വാതന്ത്ര്യം നൽകാനും കഴിയുന്നത്രയും ബാക്കി പരിഹാരം കാണാനും നേതൃത്വം കൊടുക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സജി ജോസഫ്, ശ്രീകണ്ഠാപുരം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി ഫിലോമിന ടീച്ചർ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ശ്രീ ബേബി ഓടപ്പള്ളി, ശ്രീ ജോജി കഞ്ഞിക്കാട്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി TC പ്രിയ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ തോമസ് വക്കത്താനം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ശ്രീമതി ഇരുവേസി പ്രസിഡന്റ് ബഹുമാനായ വൈസ് പ്രസിഡന്റ്, ഇപ്പോൾ പ്രസിഡന്റ് ചാർജ് വഹിക്കുന്ന ശ്രീ മധു പൊക്കിയും, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാർ ശ്രീമതി സരിത ജോർജ്, ശ്രീമതി ബഹീര MB, ശ്രീ സോജൻ കാരാമി, ശ്രീ ജോഷി കണ്ടത്തിൽ,
അടക്കമുള്ള ജനപ്രതിനിധികൾ, വേദിയിൽ ഉപവിഷ്ടരായ രാഷ്ട്രീയ നേതാക്കന്മാർ, കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പ്രസിഡന്റായ ശ്രീ കെ.സി. വിജയൻ, ആദരണീയനായ മുസ്ലിം ലീഗിന്റെ നേതാവ് ശ്രീ ടി.എൻ. ഖാദർ, ബഹുമാനനായ UDF-ന്റെ നിയോജകമണ്ഡലം കൺവീനർ കൂടിയായ ശ്രീ കെ. മുഹമ്മദ്, കേരള കോൺഗ്രസിലെ നേതാവ് ശ്രീ വർഗീസ് വയലാമൂരിൽ, ബഹുമാനായ ശ്രീ ജോസ് പട്ടമല, ശ്രീ ബാബു പള്ളിപ്പുറം, ശ്രീ ശ്രീകാവൽ ബ്ലോക്ക് കോൺഗ്രസിന്റെ പ്രസിഡന്റ് ശ്രീ രാമകൃഷ്ണൻ അടക്കം ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന DC സെക്രട്ടറി ശ്രീ കുര്യൻകുട്ടി അടക്കം ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ മകൻ വ്യക്തിത്വങ്ങളും തെലുങ്കാനയിലെ നല്ലവരായ സ്നേഹിതരായ നാട്ടുകാരെ സുഹൃത്തുക്കളും, ഏറെ ദുഃഖസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ നാട് കടന്നുപോകുന്നത്. ഇന്നലെ വരെ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ പള്ളിയിൽ പോയി എല്ലാവരുമായി സൗഹൃദം പങ്കിട്ട് കുർബാന കൊണ്ട് അയൽക്കൂട്ടത്തിൽ പോയി അവരുമായി സ്നേഹം പങ്കിട്ട് തന്റെ ജീവിത പ്രയാസങ്ങളും പാരാട്ടങ്ങളുടെ പേരിൽ അയൽക്കൂട്ടത്തിന്റെ നിയതമായ നിയമങ്ങൾ അനുവദിക്കുന്നില്ലെങ്കിൽ പോലും ഒരു സഹായ അഭ്യർത്ഥന സഹജീവികളോട് മുമ്പോട്ട് വെച്ച് അവർക്ക് ജോസികളെ സഹായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ പോലും നമ്മുടെ നാട്ടിൽ നിരവധിയായ അയൽക്കൂട്ടങ്ങളുണ്ട്. അവയ്ക്കൊക്കെ മുമ്പോട്ട് പോകണമെങ്കിൽ അതിൻ്റെതായ അവരുണ്ടാക്കിയെടുത്ത ചില നിയമാവലിയും ചില ധാരണകളും അനുസരിച്ച് പോയാൽ മാത്രമേ അവയ്ക്കൊക്കെ നിലനിൽക്കാൻ കഴിയൂ എന്നുള്ളതുകൊണ്ട് ജോസിയുടെ പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ അയൽക്കൂട്ടത്തിൽ അടയ്ക്കാനുള്ള പൈസ അടച്ചാൽ മാത്രമേ ജോസിയെ ഞാൻ സഹായിക്കാൻ പറ്റൂ എന്ന് പറയുകയും ഞാൻ പൈസ എടുത്തുകൊണ്ട് വരാം. അങ്ങനെ ഒരു കർഷകൻ പറയും. അങ്ങനെ മറ്റുള്ളവരെ ആശ്രയിക്കാതെ മണ്ണിൽ പണിയെടുത്ത് സ്വന്തം വിയർപ്പ് തുള്ളികൾ രക്തത്തുള്ളികളാക്കി മണ്ണിൽ കനകം വിളിക്കാനുള്ള മോഹവുമായി അത്യുത്ഥാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് കുടുംബം പോറ്റുന്ന നാട്ടിന്റെ വികസന പ്രശ്നങ്ങളിലും സാമൂഹിക പ്രശ്നങ്ങളിലും മതപരമായ ആവശ്യങ്ങളിലും തന്റെ ഇല്ലായ്മകളൊക്കെ മാറ്റിവെച്ചതിനോട് കൂടി ചേർന്ന് സഹായിക്കുന്ന ഒരു കൃഷിക്കാരൻ അവരങ്ങനെ പറയാൻ കഴിയും. അദ്ദേഹത്തെ ഒരുപക്ഷെ സ്വാധീനിച്ചുകൊണ്ടാവാം എങ്ങനെ മുമ്പോട്ട് നിൽക്കുന്നത്. യോഗ്യയായ ഭാര്യ, മരുന്ന് വാങ്ങാൻ മറ്റു മാർഗമില്ല, 2 ആൺകുട്ടികളുണ്ട്. പക്ഷേ ഇത് ഞാൻ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു, കൂലിപ്പണിക്ക് പോയാൽ പണി കിട്ടാനില്ല. ഒരു നിമിഷത്തിൽ മനുഷ്യൻ തകർന്നു പോകും. എല്ലാവർക്കും ആത്മശക്തി ഉണ്ടാവില്ല. ആ തകർച്ചയിൽ നിന്ന ഭാവി നാളെ എന്താണെന്നുള്ള ആശങ്ക, അതൊരു പ്രതീക്ഷ നൽകുമ്പോൾ ഒന്നും സ്വന്തം മനസ്സിൽ ഉയർന്നു വരാത്തതുകൊണ്ടായിരിക്കാം നമ്മുടെ ചുറ്റുവട്ടത്ത് ഇന്നലെ ജീവിച്ചിരുന്ന നമ്മളുമായിട്ടൊക്കെ സൗഹൃദം പങ്കുവെച്ചതെന്ന് ചോദിച്ചാൽ ഒരു കർഷകൻ കയറ്റുകയും തന്റെ ജീവിതം അവസാനിപ്പിച്ചു. ഇത് പാത്തമ്പാറയിൽ ജോസിയേട്ടന് മാത്രം അനുഭവമല്ല, കേരളത്തിലെ മുഴുവൻ കൃഷിക്കാരുടെയും അനുഭവമാണ്. ഇവിടെ ഉദ്ഘാടനം ബഹുമാന്യ ശ്രീ മാർട്ടിൻ ജോർജ് ചില സംഭവങ്ങൾ പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. എന്താണ് കേരളത്തിലെ പാത്തമ്പാറ പോയി നിൽക്കുന്നപ്പോൾ ചുറ്റുവട്ടത്തെ മലകളിലേക്ക് നോക്കുന്ന സത്യം പറഞ്ഞാൽ വാക്കുകൾ മരവിച്ചത് കായ്പലമുള്ള തെരുവുകളും കമുകുകളും എന്നോട് ചേട്ടൻ പറഞ്ഞു,
50 കിറ്റിൽ അടയ്ക്കാൻ കിട്ടിക്കൊണ്ടിരുന്ന പറമ്പാണ്. ഇന്നൊന്നുമില്ല. മണ്ണൊലിപ്പ് വന്നും രോഗം വന്നും കൂമ്പുചെയ്യിൽ വന്നും എല്ലാം പോയി. തെങ്ങിന് ഇടിവിട്ടും കൂമ്പുചെയ്യുമായി അത് പോകുന്നു. മറ്റെന്തെങ്കിലും കുറുമ്പോപ്പ് കൃഷി ചെയ്യാമെന്ന് വച്ചാൽ പാട്ടപ്പാറ ആന ഇറങ്ങുന്നതിലെങ്കിലും ആന ഇറങ്ങുന്ന പ്രദേശങ്ങളിൽ ആനയും പന്നിയും പുരകനും മയിലും അങ്ങനെ ശ്രമമല്ല. അതും ഒക്കെ അമ്മരടിച്ചു മാറ്റും. വന്യജീവികൾ തിന്നതിന് ശേഷം കൃഷിക്കാർക്കൊന്നും ലഭിക്കാത്തൊരവസ്ഥ. ഇന്നലകളിൽ നല്ല വരുമാനമുള്ള സാഹചര്യത്തിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്ന പ്രതീക്ഷയും കടം വാങ്ങി വീട് വെച്ചവർ, ബാങ്കിൽ മക്കളെ പഠിപ്പിച്ചവർ, ബാങ്കിൽ ലോൺ മക്കളെ പഠിപ്പിച്ചവർ, ബാങ്കിൽ ലോൺ വിവാഹം നടത്തിയ മറ്റ് ചികിത്സാവശ്യം ചെലവഴിച്ചവരൊക്കെ കാർഷിക മേഖലയിൽ നിന്ന് കടത്തിൽ മുങ്ങിയിരിക്കുന്നു. എല്ലാ ബാങ്കുകളും കൃഷിക്കാർ ഗവൺമെന്റുകൊണ്ട് അവരും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, കൃഷിക്കാരും സാമ്പത്തിക പ്രതിസന്ധിയിലാണ്. ജീവിതം മുമ്പോട്ട് പോകാൻ കഴിയാതെ ഉത്പാദന ചെലവുമായി ഒരു രൂപത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത മാർക്കറ്റുണ്ട്. പട്ടിണി കിടക്കാൻ കഴിയുമ്പോൾ മുമ്പൊക്കെ ആണെങ്കിൽ പറമ്പിൽ കൃഷിക്കാർ ഇറങ്ങിയാൽ അവനാവശ്യമുള്ള കാറ്റിലും ചേപ്പും തേനയും കിഴങ്ങ് വർഗ്ഗങ്ങളും മറ്റ് സാധനങ്ങളും ഒക്കെയായി പച്ചക്കറിയായി അത് ഒക്കെയായി പറമ്പിൽ നിന്ന് അത്യാവശ്യം അരി ഒഴുകി ബാക്കി എല്ലാ സാധനങ്ങളും അവനവിടെ ലഭ്യമാവുന്നതുകൊണ്ട് അവന്റെ ജീവിത ചെലവ് പരിമിതമായിരുന്നു. ഇന്നതല്ല, ഇന്നൊന്നും പറമ്പിൽ ലഭ്യമല്ല. ഒരു സാധനം പറമ്പിൽ കൃഷി ചെയ്യാൻ കഴിയില്ല. കപ്പയോ ചേമ്പോ കാച്ചിലോ ഒന്നും ചെയ്യാൻ കഴിയില്ല. എല്ലാം മര്യാദ കൊണ്ടുപോകും. എല്ലാം മാർക്കറ്റിൽ നിന്ന് വാങ്ങണം. മാർക്കറ്റിൽ വാങ്ങാൻ ചെന്നാലോ ഇതുപോലെ ഒരു വിലക്കയറ്റം കൊണ്ട് കേരളം പൊരുത്തപ്പെട്ട് കാലഘട്ടമുണ്ടായിരുന്നു. എല്ലാ വസ്തുക്കൾക്കും കാർബന്മാർ പറയാതെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എല്ലാത്തിനും അനിയന്ത്രിതമായ ഒരു വർധനമാണ്. റേഷൻ ഷോപ്പുകളിൽ സാധനമില്ല, സപ്ലൈകോ മാർക്കറ്റുകളിൽ സാധനമില്ല, സബ്സിഡി സാധനങ്ങൾ സപ്ലൈകോ മാർക്കറ്റുകളിൽ നിന്ന് കൺസ്യൂമർ സ്റ്റോറിൽ നിന്ന് കാണാതായിട്ട് മാസങ്ങളായി. പൊതുവിപണിയിൽ സർക്കാർ ഇടപെടുന്നില്ല. മാർക്കറ്റിൽ എല്ലാ സാധനങ്ങളും ഭയങ്കരമായ വിലവർദ്ധനവ്. ഒരു രോഗം വന്നാൽ ചികിത്സിക്കാൻ പോകണമെങ്കിൽ സ്വകാര്യ ആശുപത്രിയെ ആശ്രയിക്കണം. സർക്കാർ ആശുപത്രിയിൽ മരുന്നില്ല. കുറിച്ചു കൊടുത്ത മരുന്നെല്ലാം പുറത്തൊക്കെ വാങ്ങണം. അവിടെ പഞ്ഞി പോലും മുറിവ് വലിച്ചു കെട്ടാൻ പഞ്ഞി പോലും ഇല്ലാത്ത അവസ്ഥയിൽ നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ മാറിയിരിക്കുന്നു. എങ്ങനെ ജീവിക്കുന്നു? ഞാൻ രാഷ്ട്രീയം പറയില്ല. സൂര്യൻ അടുത്താൽ കരിഞ്ഞു പോകുന്ന സൂര്യ, അങ്ങയുടെ വളരെ വിനയത്തോടെ ചോദിക്കട്ടെ, എങ്ങനെയാണ് ഞാൻ ജീവിക്കുന്നത്? മുഖ്യമന്ത്രി അഭിനമിക്കുകയാണ്. ജനങ്ങളുടെ ജീവിതം അറിയാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. സ്തുതിപാഠക വൃന്ദത്തിന്റെ നടുവിൽ മനുഷ്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുകയും അവന്റെ വീരത്തിന്റെ രക്തം സൗരഭ്യമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു പ്രത്യയശാസ്ത്രത്തെ പിന്തുടരുന്നതിന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി, വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വിശ്വസിക്കുന്ന മുഖ്യമന്ത്രി അഭിനയിക്കുകയാണ് വ്യവസ്ഥ കേട്ട്. എന്താണ് ഒരു മന്ത്രി പറഞ്ഞത്? ദൈവത്തിന്റെ വരകാലമാണ്. ദൈവവിശ്വാസിയല്ലാത്ത കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി പറയുന്നു. അത് കേട്ട് അഭിനന്ദിക്കാൻ സന്തോഷിക്കുക. ദൈവത്തിന്റെ വരകാലമായ മുഖ്യമന്ത്രി നായടോ അപമാനം തോന്നുന്നു. ഒരു പാർട്ടി സെക്രട്ടറി MP ഗോവിന്ദൻ, അദ്ദേഹത്തെ മാഷ് എന്താണോ പറയുന്നത്? ഞാൻ അത്രയോടെ പറയുന്നു, മാഷ് പറയുന്നു. അദ്ദേഹം സൂര്യനെ പോലെയാണ്, അടുത്താൽ കരിഞ്ഞു പോകും. സത്യമാണ്, അദ്ദേഹം സൂര്യനെ പോലെയാണ്. എല്ലാം ഭസ്മമാക്കി തടിക്കും തന്റെ കുടുംബത്തിലേക്കും ചേർക്കുകയാണ്. മറ്റുള്ളവരെല്ലാം കരിഞ്ഞു പോവുകയാണ്. ഇന്ന് ആഗ്രഹമായ KPCC പ്രസിഡന്റ് പറഞ്ഞതുപോലെ കരിഞ്ഞു പോവുകയാണ്. കൃഷിക്കാർ കരിഞ്ഞു പോകുന്നു, തൊഴിലാളികൾ കരിഞ്ഞു പോകുന്നു.
ഓട്ടോറിക്ഷ നമ്മുടെ മുമ്പിൽ ഓടുന്നത്. നിങ്ങൾ കരിമഞ്ചാലി ഓട്ടോറിക്ഷക്കാട്ടി വെച്ചു നോക്കൂ. വൈകുന്നേരം വരെ ഓടിയാൽ വീട്ടിലേക്ക് ആൺകവികൾ ആറകങ്ങളുടെ ആളുകൾക്ക് ആവശ്യമായ ഭക്ഷ്യസാധനങ്ങൾ വാങ്ങിക്കൊണ്ടുപോകാൻ കരിമഞ്ചാലിലെ ഓട്ടോറിക്ഷക്കാർ, കേരളത്തിലെ ഓട്ടോറിക്ഷക്കാർ കഴിയുന്നില്ല. ടാക്സികൾ കിടക്കുന്നുണ്ടല്ലോ. മുമ്പത്തെ പറയാമോ? അത്യാവശ്യത്തിന് രോഗികളെ എവിടെയെങ്കിലും കൊണ്ടുപോകേണ്ട ആവശ്യമെന്നാൽ മാത്രമാണ് ഇന്ന് ടാക്സികൾ കൂട്ടം. ഇതൊക്കെ അവരോട് സംസാരിക്കുന്ന പറയുന്നത്. ഈ കരിമഞ്ചാലിനെ സംസാരിക്കുമ്പോൾ കച്ചവട സ്ഥാപനങ്ങൾ ഏറെയുള്ള സ്ഥലമാണ്. എല്ലാം തുറന്നു വച്ചിട്ടുണ്ട്. പക്ഷേ അടച്ചിട്ടാൽ ബാങ്കിലുണ്ട്. ഡെയിലി പിരിവിന് കൊടുക്കേണ്ട വീതം കൊടുക്കണം. വണ്ടിയിൽ സാധനങ്ങളൊന്ന് സപ്ലൈ ചെയ്തുകൊണ്ടവർക്ക് അവിടെ വീതം കൊടുക്കണം. ഇതൊന്നും കഴിയാത്തതുകൊണ്ട് വൈകുന്നേരം വരെ തുറന്നു വെച്ചാൽ 500 രൂപ പണിക്കൂലി കരിമഞ്ചാലിലെ കച്ചവടക്കാർ കാത്തിരുന്നുണ്ട്. എങ്ങനെ ജീവിതം മുമ്പോട്ട് പോകും? സമസ്ത മേഖലയിലെ ആളുകൾ ദുരിതപൂർവ്വ അവസ്ഥയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ജനങ്ങൾ സമാശ്വാസമേകേണ്ട ഗവൺമെന്റ് ഇവിടെ ഉദ്ഘാടനം സൂചിപ്പിച്ചു. ഇതുപോലെ ഒരു നികുതി വർധന കേരളത്തിൽ ഉണ്ടായിട്ടുള്ളൂ. കേരളത്തിന്റെ ചരിത്രത്തിൽ സാധാരണ നികുതി 20%, 25% നികുതി വർദ്ധിപ്പിക്കും. പക്ഷേ പിണറായി വിജയൻ ആ ശതമാനത്തിലൊന്നും വിശ്വസിക്കുന്നില്ല. 300%, 400% നികുതി. വസ്തു നികുതി എത്ര വർദ്ധിപ്പിച്ചു? കെട്ടിട നികുതി എത്ര വർദ്ധിപ്പിച്ചു? വെള്ളക്കര 300 ഇരട്ടി വർദ്ധിപ്പിച്ചു. വൈദ്യുതി ചാർജ് എത്ര നിരക്ക് വർദ്ധിപ്പിച്ചു? നിങ്ങൾ ഓർക്കണം. എനിക്ക് പറയാൻ കഴിയും, പിണറായി സർക്കാർ വരുന്നതിന് മുമ്പ് എന്റെ വീട്ടിലെ കറണ്ട് ചാർജ് 600 രൂപ, 650 രൂപയായിരുന്നു. ഇന്ന് 2300 രൂപ, 2500 രൂപയ്ക്കിടയിൽ നിൽക്കുന്നു. എത്ര ഇരട്ടിയാണ് വൈദ്യുതി ചാർജ് വർദ്ധിക്കുന്നത്? നിങ്ങൾ ആലോചിക്കുക. എങ്ങനെ കൃഷിക്കാരൻ മുമ്പോട്ട് കൊണ്ടുപോകും? ഒരു കുഞ്ഞു പുര വെക്കാമെങ്കിൽ UDF സർക്കാർ ഉള്ളപ്പോൾ 1600 ചതുരശ്ര അടിക്ക് പോലും താഴെയുള്ള ഭൂമിക്ക് പെർമിറ്റ് എടുക്കാൻ 550 രൂപയായിരുന്നെങ്കിൽ ഇന്ന് 8500 രൂപയെ വർദ്ധിച്ചു. എത്ര ശതമാനം വർദ്ധനവ്? എല്ലാ മേഖലയിലും നികുതി വർധന കൊണ്ട് സർക്കാരിന്റെ തീർത്തും അഴിമതിയും കൊണ്ട് വലിയ കടക്കണിയിലായപ്പോൾ എല്ലാ നികുതി ഭാരവും ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ വരുമാനം വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്ന നമ്മൾ കണ്ടുവരുന്നത് എന്ന് ലക്ഷ്യമുണ്ടോ? പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്നതുവരെ കേരളത്തിന്റെ പൊതുക്കടം 1.5 ലക്ഷം കോടിയായിരുന്നെങ്കിൽ ഇന്ന് 4.5 ലക്ഷം കോടിയായി. 7 വർഷം പിണറായി സർക്കാർ ഭരിച്ചപ്പോൾ കേരളത്തിന്റെ പൊതുക്കടം 4.5 ലക്ഷം കോടിയായി വർദ്ധിച്ചു. ജനങ്ങൾക്ക് നിലവിലുണ്ടായോ? അഴിമതി, ധിക്കാരവും ദാസ്യവും മുഖ്യമന്ത്രിയാക്കിയത് മുഖ്യമന്ത്രി. അദ്ദേഹത്തെ പറ്റി പറഞ്ഞ ആരെയാണ്? ഒരു പാട്ടുണ്ടാക്കിയത് കുതിരയാണ്, കൊടുങ്കാറ്റിൽ പറന്നു വരുന്ന കുതിരയാണ്, കോമയാണ്, ആനയാണ്, ചേനയാണ് എന്നാരെങ്കിലും പറയുമ്പോൾ, കത്തിച്ചെറിയുന്ന സൂര്യനാണെന്ന് പറയുമ്പോൾ, ദൈവത്തിന്റെ പരാജയമെന്ന് പറയുമ്പോൾ അതിലഭിനയിക്കുന്ന മുഖ്യമന്ത്രി നിങ്ങളുടെ കൃഷിക്കാരന്റെ കണ്ണീരിന് വേദനയാണോ? ഞങ്ങൾക്ക് ജീവിക്കണം, ഞങ്ങളെപ്പോഴും ഉദ്ഭവിക്കാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ നട്ടലിൽ നിൽക്കുന്ന ഞങ്ങളുടെ നാട്ടിൽ ജീവിക്കാൻ നൽകുന്ന സാമ്പത്തിക രാഷ്ട്രീയ സാധനങ്ങൾ ഉണ്ടാക്കി തരണം. അതുകൊണ്ട് ജോസഫിന്റെ മരണം ഇതൊരു അവസാനത്തെ കർഷക മരണമായി മാറണം. കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ സ്വാമിനാഥൻ കമ്മീഷൻ വെച്ചു. ഞാനത് വിജയനൊക്കെയുള്ളത് ഞാനത് വിഷയങ്ങൾ കടന്നുപോകുന്നു. കാരണം കഷ്ടമായിട്ട് അവർ പറയട്ടെ. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ട് സമഗ്രമായ പഠനം നടത്തി കാർഷിക മേഖലയ്ക്ക് ഉത്തരവ് നൽകാൻ, കൃഷി നിലനിൽക്കാൻ, കൃഷിക്കാർക്ക് അന്തസ്സോടെ അഭിമാനത്തോടെ ആത്മവിശ്വാസത്തോടെ കാർഷിക മേഖലയെ പണിയെടുക്കാൻ അവസരം നൽകുന്ന റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് അതിന്റെ മേഖലയിൽ
എന്തെങ്കിലും വെള്ളമണിക്കാൻ നിങ്ങൾ തയ്യാറായോ? 250 രൂപ റബ്ബറിന് കറവൽ നിശ്ചയിച്ചുകൊണ്ട് ഇന്റൻസീവ് നൽകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ നികർത്തണമെന്നത് രണ്ടാം പിണറായി സർക്കാർ. ഒത്തിരി പേര് ഞങ്ങളൊക്കെ സാധാരണ കൃഷിക്കാർ ശ്രീ ഉമ്മൻചാണ്ടിയും ശ്രീ കെ എം മാണിയുമാണ് 150 രൂപ കറവൽ റബ്ബറിന്റെ വില 100 രൂപ താഴേക്ക് പോകുമ്പോ മാർക്കറ്റ് വിലയും 150 രൂപയും തമ്മിൽ അന്തരം എത്രയാണോ അത് കൃത്യമായി കൃഷിക്കാരെ നൽകിക്കൊണ്ട് റബ്ബർ ഇന്റൻസീവ് നൽകാൻ തീരുമാനിച്ചതെങ്കിൽ ഒന്നാം പിണറായി സർക്കാർ നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രകടനപത്രികയിൽ പറഞ്ഞു ഞങ്ങൾ 200 രൂപ നൽകും. പക്ഷേ നിന്റെ ആ ഭരണം അവസാനിക്കുന്നതിന് 1 വർഷം മുമ്പ് 4 വർഷം മുന്നേറ്റപ്പോൾ വെറും 20 രൂപ വർദ്ധിപ്പിച്ച് 170 രൂപ മുതൽ റബ്ബറിന് തറവിൽ പ്രഖ്യാപിച്ച് ഇന്റൻസീവ് നൽകാൻ തയ്യാറായി. അതിനുശേഷം രണ്ടാം പിണറായി സർക്കാരിനെ രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പ്രകടന പത്രികയിൽ കൃഷിക്കാരെ ഏറെ ആവേശമുള്ള ഒരു കാര്യമാണ് 250 രൂപ റബ്ബറിന്റെ തറവിൽ നിശ്ചയിച്ചുകൊണ്ട് മാർക്കറ്റ് വിലയും തറവിലയും തമ്മിലുള്ള അന്തരം ഇന്റൻസീവായി ഞങ്ങൾ കൃത്യമായി നൽകുന്നത് നിങ്ങൾ നൽകിയോ? 1 രൂപ വർദ്ധിപ്പിച്ചോ? കഴിഞ്ഞ 8 മാസമായി റബ്ബർ കർഷകർക്ക് ഇന്റൻസീവ് ലഭിക്കുന്നില്ല. ഇവിടെ സൂചിപ്പിച്ചല്ലോ, ജോസിയൊക്കെ പെൻഷൻ ലഭിച്ചില്ല. എല്ലാ പെൻഷനും നൽകിയിരിക്കുന്നു. വാർദ്ധക്യ പെൻഷനില്ല, വിധവാ പെൻഷനില്ല. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. നിങ്ങൾ പറയുന്ന കള്ളപ്രചരണം UDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 18 മാസക്കാലത്തെ കുടിശ്ശികയുണ്ടായിരുന്ന പെൻഷൻ കുടിശ്ശികയുണ്ട്. നിങ്ങൾ എല്ലാ സ്ഥലത്തും പ്രചരണം നടത്തുന്നു. അതൊരു കാപ്സിംഗ് ബോർഡ് ബാങ്ക് സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ എല്ലാ സ്ഥലത്തും പറഞ്ഞു നടത്തുന്നു. നിങ്ങൾ ഓരോ പരിപാടിക്കും 50 ലക്ഷം രൂപ ഒരു ന്യൂനപക്ഷത്തിൽ ഏറ്റവും കൂടുതൽ പുറത്തിക്കൊണ്ട് പൊതുജനങ്ങളുടെ രസീതില്ലാതെ പിരിവെടുത്ത് ഓരോ ന്യൂനപക്ഷത്തിലും ഏറ്റവും നന്നായി ജനങ്ങളെ കുത്തിപ്പിഴിയാൻ കഴിയുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥരെ കണ്ണീരാക്കിക്കൊണ്ട് എല്ലാ മേഖലയിൽ നിന്നും പിരിവില്ലാതെ രസീതില്ലാതെ പിരിവ് നടത്തി കുടുംബശ്രീക്കാരെ, അംഗനവാടി ജീവനക്കാരെ, ആശാവർക്കർമാരെ, സർക്കാരുമായി എന്തെങ്കിലും ബന്ധമുള്ള തൊഴിലുറപ്പുകാരെ, അധ്യാപകരെ, വിദ്യാർത്ഥികളെ ഒക്കെ നിങ്ങൾ നാട്ടിക്കളിച്ചുകൊണ്ടുപോയി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നിങ്ങൾ നവകേരള സദസ്സ് നടത്തി. എത്ര കോടിയാണ് നിങ്ങൾ ചെലവഴിച്ചത്? ഒരു നിയോജകമണ്ഡല പരിപാടിക്ക് ഏറ്റവും കുറഞ്ഞത് സർക്കാർ ചെലവിൽ തന്നെ 50 ലക്ഷം രൂപ. അതുകൂടാതെ പാർട്ടിക്കാരോട് നിങ്ങൾ പിരിച്ചത് വ്യാപകം ഏകദേശിക്കാതെ പിരിച്ച് എല്ലാ സ്ഥലങ്ങളും ആളുകളെ കൊണ്ടുപോയി ഓരോ പരിപാടികൾക്കും വേണ്ടി നിങ്ങൾ കുറഞ്ഞത് ഒരു നിയോജകമണ്ഡലത്തിൽ 1 കോടി രൂപയ്ക്ക് അടുത്ത് ചെലവഴിച്ചാണ് ആ മാമാകയാക്കിയതെങ്കിൽ ഈ പാവപ്പെട്ട കൃഷിക്കാർക്ക്, ഈ പാവപ്പെട്ട പെൻഷൻകാർക്ക് നിങ്ങൾ ഈ പരിപാടി ചെലവിൽ നടത്തിയിരുന്നെങ്കിൽ മുഖ്യമന്ത്രിയും 20 ബംഗളൂരുകാരും 36 ദിവസം നീണ്ടുള്ള ആ യാത്ര കൊണ്ട് കേരളത്തിന് എന്ത് ഗുണമുണ്ടായി പിഴവായി മറുപടി പറയേണ്ട അവതരിപ്പിക്കുന്നില്ല. നമുക്കറിയാം 2 സ്റ്റെപ്പ് അതാ 90 സെന്റിമീറ്ററാണ് ഒരു ബസിന്റെ സ്റ്റെപ്പ്. 2 സ്റ്റെപ്പ് ചില അടുപ്പിച്ച് വെച്ചാൽ 3 സ്റ്റെപ്പ്. അതിന്റെ ഹൈറ്റ് 90 സെന്റിമീറ്ററാണ്. ആ 90 സെന്റിമീറ്റർ ദൂരം ഉയർത്തി കയറാൻ കഴിയാത്തതുകൊണ്ട് ഹൈഡ്രോളിക് ഉണ്ടാക്കി തിരിച്ചു പഠിപ്പിച്ച് ഒരു മുഖ്യമന്ത്രി.
10-20 മീറ്റർ സ്റ്റേജിലേക്ക് നടക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ലക്ഷക്കണക്കിന് രൂപ മുടക്കി നിർമ്മിച്ച പൊതുമുതൽ മുടക്കി നിർമ്മിച്ച സ്കൂളുകളുടെയും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളുടെയും മതിലുകൾ ഇടിച്ചു നിരത്തി സ്റ്റേജിന്റെ അടുത്ത് വരെ മുഖ്യമന്ത്രിയുടെ വാഹനത്താൻ ആർഭാടം ഇടപെട്ടാൻ രാജാവിന്റെ എഴുന്നള്ളത്തിന് വേണ്ടി രക്ഷപ്പെട്ടാൻ സൗകര്യമൊരുക്കി കൊടുത്തൊരു യാത്ര മുഖ്യമന്ത്രിയുടെ ആയുഷ്മാരോഗ്യം നീതി നമുക്കൊക്കെ പ്രാർത്ഥനയുണ്ട്. അദ്ദേഹം ആരോഗ്യവാനായിരിക്കട്ടെ. അദ്ദേഹത്തിന്റെ ആരോഗ്യം ദീർഘായുസ്സും കിട്ടാൻ തുടർഭരണമുണ്ടാവാൻ ജ്യോത്സ്യന്മാരെ വിളിച്ചു വരുത്തി പ്രശ്നം നടത്തി വെച്ചപ്പോൾ ഗോശാലയുണ്ടാവും പശുക്കളുണ്ടാകുന്ന നീട്ടി ആ പ്രശ്ന രീതിയനുസരിച്ച് 45 ലക്ഷം രൂപ മുടക്കി ഗോശാലയുണ്ടാക്കി പശുക്കളെ അവർക്ക് സുഖമായി മനസ്സുകൊണ്ടോടെ ജീവിക്കാൻ മാറ്റിവെച്ചു കൊടുത്ത് ഇപ്പോൾ എന്റെ അവസരം 3,80,000 രൂപ മുടക്കി ചാണകത്തൊഴിലുണ്ടാക്കി 1200 പോലീസുകാരുടെ കാവലുണ്ടെങ്കിലും തന്നെ ആരെങ്കിലും ആക്രമിക്കുമ്പോൾ എന്ന് ഭയം കൊണ്ട് 7 അടി ഉയരമുണ്ടായിരുന്ന ക്രിസ്തുദോസിന്റെ മതിൽ 22 ലക്ഷം രൂപ മുടക്കി 14 അടി ഉയരത്തിൽ കെട്ടിപ്പൊക്കി പോലീസുകാർക്കെല്ലാം കാവൽ നാടകമുണ്ടാക്കി 5 നില പോലീസിന്റെ വലയത്തിൽ ഭയങ്കരമായ ഊരിപ്പിടിച്ച വാളിന്റെയും മൂർച്ചയുടെ കത്തിയുടെ മുമ്പിൽ നിർഭയരായി നടന്നുപോയ മുഖ്യമന്ത്രി അങ്ങായിരിക്കുന്ന പോലീസുകാരുടെ അകമ്പടി സംസ്ഥാനത്തിന് പുറത്തിറങ്ങുമ്പോൾ മനുഷ്യർ സഞ്ചാര സ്വാതന്ത്ര്യമില്ല, ഗ്യാസ് കത്തിക്കാൻ പറ്റില്ല, ഇറച്ചിക്കിടക്കാൻ കടന്ന് വെക്കാൻ പറ്റില്ല, എല്ലാം ഭയമാണ്. എല്ലാ ഏകാധിപതികളും പോലെ അങ്ങ് ഭയത്തിന്റെ നടുവിൽ തന്റെ അനുജനമന്മാരുടെ വാക്കുവാക്കുകൾ കണ്ട് ജീവിക്കുമ്പോൾ ഞങ്ങൾ കൃഷിക്കാർ, ഞങ്ങൾ കർഷകർ, ഞങ്ങൾ കർഷക തൊഴിലാളികൾ, ഞങ്ങൾ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഞങ്ങൾ ചെറുകിട പരിമിത കർഷകർ, കച്ചവടക്കാർ, ജീവിതത്തിന്റെ സമസ്ത മേഖലയെ പറ്റിയാണെങ്കിൽ ജീവിതം രണ്ടറ്റം കൂട്ടിപ്പിടിക്കാനല്ല, ഒരു ദിവസം ഒന്ന് നിലനിൽപ്പെടാൻ ആകെ കൈകരി വേദിയിൽ കടന്നത് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ജീവിതം മരണങ്ങളുമായി പ്രയാസപ്പെടുമ്പോൾ മുഖ്യമന്ത്രി അങ്ങയുടെ ഭൂത്തിന്റെ മുമ്പിൽ ഞങ്ങൾ സാഷ്ടാംഗം നമിക്കുന്നു. ഞങ്ങളെ കേൾക്കാൻ, ഞങ്ങളെ അറിയാൻ, ഞങ്ങളുടെ വേദനകൾ മനസ്സിലാക്കാൻ, ഞങ്ങളുടെ കഷ്ടപ്പാടുകൾ മനസ്സിലാക്കാൻ അങ്ങേക്ക് കഴിയുന്നില്ല. കാരണം അങ്ങ് ജനങ്ങളെ കാണുന്നില്ല. നവകേരള സദസ്സ് നടത്തി ആളുകളെല്ലാം വിളിച്ചുകൂട്ടി പരാതി വാങ്ങി. ഒരു പരാതിക്ക് പരിഹാരമില്ല. ഒരു മന്ത്രിയും പരാതി നൽകാനെത്തി ലക്ഷക്കണക്കിനാളിൽ ഒരാളെ പോലും കാണാൻ തയ്യാറായില്ല. കാരണം നിങ്ങൾ ജനങ്ങളിൽ വളരെ അറിയാറ്, നിങ്ങൾ സ്ത്രീപാഠ ബന്ധത്തിന്റെ നടുവിലാണ്. ജനങ്ങളുടെ വേദനയും കേരളം എവിടെ നിൽക്കുന്നു എന്നറിയാൻ നിങ്ങൾ കഴിയുന്നില്ല. നിങ്ങൾ ഈ 3 സ്വർഗത്തും ധാരാളം അങ്ങ് നീറോ ചക്രവർത്തിയെ പോലെ നാട് കത്തിയിരിയുമ്പോൾ വിശപ്പുകൊണ്ടാണ് കത്തുന്നത്, കണ്ണീരിന്റെ പ്രളയമാണ് നടക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ പാവപ്പെട്ട ജനങ്ങളുടെ കണ്ണീരിന്റെ, നെടുവീർപ്പിന്റെ, യാതനയുടെ, പ്രയാസങ്ങളുടെ ഈ കൊടുങ്കാറ്റിൽ, അവരുടെ വിശ്വാസത്തിന്റെ കൊടുങ്കാറ്റിൽ പിണറായി അങ്ങയുടെ അഹന്തയും ദാസ്യവും ഉരുകി ഒലിച്ചുപോകുന്ന കാലം വരും. അങ്ങ് സൂര്യനല്ല, വെറും മണ്ണകട്ടയാണെന്ന് കാലം തെളിയിക്കുന്ന കാലം വരും. കാരണം കേരളം തകർച്ചയുടെ, പതനത്തിന്റെ, ഇല്ലായ്മയുടെ, ബുദ്ധിമുട്ടിന്റെ, വർമ്മയുടെ, വേദനയുടെ, യാതനയുടെ നാളുകളിലൂടെ കടന്നുപോവുകയാണ്. ഞങ്ങളുടെ ജോസിയുടെ ആളുകളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഞങ്ങളുടെ പോരാട്ടം തുടരും. കർഷകർക്ക് അഭിമാനത്തോടെ, അന്തസ്സോടെ, ആത്മവിശ്വാസത്തോടെ ഈ മണ്ണിൽ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുന്നത് വരെ അതിന് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. നാളെ
എന്നും തമസായിരിക്കില്ല, എന്നും നേട്ടായിരിക്കില്ല. ഒരു പ്രധാന കടന്നുവരികയും ഒരു നല്ല കാലാവസ്ഥ രൂപപ്പെടുകയും ആ കാലാവസ്ഥയിൽ നമ്മൾക്ക് ഈ കൃഷിക്കാട് വേദനകളെ കഷ്ടപ്പാടുകളും വേദന അനുഭവിക്കുന്നവരെ കഷ്ടപ്പെടുന്നവരെ ബുദ്ധിമുട്ടുന്നവരെ ചേർത്ത് നിർത്തി അവർക്ക് സമാശ്വാസം നൽകാൻ, അവർക്ക് ആശ്വാസം എത്തിക്കാൻ, അവരുടെ പ്രശ്നങ്ങൾ പരിഹാരം നേടാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഉറപ്പ് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഉപവാസ സമരത്തിന് നേതൃത്വം നൽകുന്ന ആദരണീയനായ നമ്മുടെ പ്രിയപ്പെട്ട MLA ശ്രീ സജി ജോസഫിനും ഈ ഉപവാസ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ട ജനപ്രതിനിധികൾക്കും ജില്ലാ UDF കമ്മിറ്റിയുടെ പേരിൽ ഏറെ സജീവമായ അഭിവാദ്യങ്ങൾ, സ്നേഹാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ കർഷക സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ആലക്കോട് ഭരണാധികാരി ശ്രീ മാണി ആട്ടേൽ അച്ഛനും മേരിഗിരി ഭരണാധികാരി അച്ഛനായ ശ്രീ ജോയി അച്ഛനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആലക്കോട് ഭരണാധികാരി അച്ഛനായ ശ്രീ മണി ആട്ടയ അച്ഛനെ നമ്മളോട് ഈ സമരത്തെക്കുറിച്ച് 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. ഇപ്പോൾ ആദരണീയനായ MLA ശ്രീ സജീവ് ജോസഫ്, ബഹുമാനപ്പെട്ട ജോയി അച്ഛൻ, ആദരണീയനായ ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഈ പ്രതിഷേധോദ്ഘാടനം ഏത് പശ്ചാത്തലത്തിലാണെന്ന് നമുക്കറിയാം. ജീവിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലാത്ത ഒരു പാവപ്പെട്ട കർഷകൻ ഇന്നലെ നമ്മുടെ മലയോര മേഖലയിൽ ആത്മഹത്യ ചെയ്തു. കർഷകനായ അദ്ദേഹം മലയോര മേഖലയിലെ കർഷകരുടെ പ്രതിനിധിയാണ്. മുന്നോട്ട് പോകാൻ യാതൊരു നിവൃത്തിയുമില്ലാതെ കഷ്ടപ്പെടുന്ന കർഷകർക്ക് ആശ്വാസം പകരേണ്ടത് സർക്കാരാണ്. നാണ്യവിലകൾ തകരുന്ന, അതിജീവനത്തിനായി കഷ്ടപ്പെടുന്ന ഈ കുടിയേറ്റ മക്കളെ, കർഷക മക്കളെ നെഞ്ചോട് ചേർത്ത് പിടിക്കേണ്ടത് സർക്കാരാണെന്നത് സത്യമാണ്. അപ്പോൾ ബഹുമാനപ്പെട്ട MLAയുടെ നേതൃത്വത്തിൽ കർഷകർക്ക് വേണ്ടി നടത്തുന്ന ഈ പ്രതിഷേധോദ്ഘാടനയ്ക്ക് എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ച്, ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഈ പ്രതിഷേധ സമരത്തിന് ആവേശപൂർവ്വം ആശംസകൾ അർപ്പിച്ച് എന്റെ വാക്കുകളോട് സംഭരിക്കുന്നു. നന്ദി. ബഹുമാനായ മേരിഗിരി ഭരണാധികാരി ജോയി അച്ഛനെ 2 വാക്ക് സംസാരിക്കാൻ പോകും. ആദരണീയനായ നമ്മുടെ MLA ശ്രീമാൻ സജി ജോസഫ് സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചിരിക്കുന്ന ഈ ഉപവാസ ധരണയ്ക്ക് കാരണമായിരിക്കുന്ന നമ്മുടെ പ്രിയങ്കരനായ കർഷക പത്രൻ പാത്രംപാറ പ്രോത്സാഹത്തിന്റെ സ്മാരക മുമ്പിൽ ഞാൻ ശിരസ്വഹിച്ചുകൊണ്ട് കർഷക മക്കളെ, കുടിയേറ്റ മക്കളെ കയ്യേറ്റക്കാരായി ചിത്രീകരിച്ച് ഇന്നവരെ കാട്ടുമൃഗങ്ങൾക്കും വന്യജീവികളെ എറിഞ്ഞുകൊടുത്തു. അവരുടെ ശരീരങ്ങൾ, കബന്ധങ്ങൾ വാരയെ ലക്ഷ്യം വെട്ടി അതാനുമാരെയും അമാനുമാരെയും പ്രേരിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഭരണകൂടങ്ങൾ നടത്തുന്ന അതിഭീകരമായ ഇന്നത്തെ ഞായറാഴ്ചയ്ക്ക് എത്രയും പ്രശസ്തമായ നമ്മുടെ തീര കർഷകനായ സജി ജോസഫിന്റെ ഇന്നത്തെ ഉപവാസ ഈശ്വരൻ ഇവിടെയായിരിക്കുന്ന സാമൂഹിക രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ നിങ്ങൾ അഭിമാനം ചെയ്യും ശുദ്ധമായ ഈ ഉപവാസത്തിന് മുമ്പിൽ ക്രമസാധനപ്പെടുത്തുന്ന പലരുടെ മുമ്പിൽ നമ്മളെ അർപ്പിച്ചുകൊണ്ട് അഭിമുഖമായ പുരസ്കാര അർദ്ധനിമിഷം സ്മരണമായ പിതാവിന്റെ അനുഗ്രഹവും പ്രാർത്ഥനയും അദ്ദേഹത്തിന്റെ
ആശംസിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് കൈവയ്പ് മുന്നേറുക. ക്രിസ്തു മക്കളായ നമ്മൾ ഈ നിലയോരത്ത് ജീവിക്കുവാൻ ഗവൺമെന്റ് ജനത്തിന്റെ സ്വത്തിനും ജീവനും കരമെടുക്കേണ്ട ഗവൺമെന്റ് ഞാൻ സൂചിപ്പിച്ചതുപോലെ അവരെ കാട്ടുമണ്ണർക്കും ഒരുപോലെ കാരണം എറിഞ്ഞുകൊടുത്ത് വായുവിലേക്കെടുത്തിരിക്കുന്ന ഈ അധികാരമുള്ള ഭീകരനാണ് സഹോദരങ്ങളെ സഹോദരന്മാരെ ഒന്നിക്കുവാനും ഒന്നിപ്പിക്കുവാനും നടത്തുന്ന ഈ തീവ്ര പോരാട്ടത്തിൽ എല്ലാ ഭരണങ്ങളും ആശംസകളും നൽകുന്നു. ഒരിക്കൽ കൂടി നമുക്ക് വേണ്ടി മുമ്പ് കടന്നുപോകുന്ന യശസ്സുകളായ പാത്രന്മാർ ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ആഹ്ലാദത്തിൽ അർപ്പിച്ചു. എല്ലാ വിദ്യാഭ്യാസ ഉത്സവം സദീസ്ഥാനങ്ങൾ ഉച്ചവ നേതൃത്വം നൽകിക്കൊണ്ടു എന്റെ വാക്ക് അവസാനിപ്പിക്കുന്നു. ആലക്കോടിന്റെ മേഖലയുടെ സർവ സഹായങ്ങളും സഹകരണങ്ങളും തീർച്ചയായിട്ടും ഇവിടെ അർപ്പിക്കുകയും ചെയ്തു. ഞാൻ ആരുടെയും പേര് ഇത്രയും ബഹുമാനമായ വ്യക്തിത്വങ്ങളാണ് ഇവിടെ ഇരിക്കുക. ഒരാളും പേര് ഉപയോഗിക്കുന്ന കാരണം ഒരാളുടെ പേര് കിട്ടാൻ പാടില്ല. ഒരിക്കൽ കൂടി നമ്മളാകെ അഭിമാനമുള്ള ഇച്ഛിക്കും. ശ്രീകണ്ഠാപുരം നഗരസഭയുടെ ചെയർപേഴ്സൺ ശ്രീ ഫിലോമിന ടീച്ചർ. കലം കയറി മുടങ്ങിയതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തു വന്ന പാട്ടമ്പാറയിലെ ജോസഫിന്റെ ആ ഒരു ദുരന്തത്തിൽ പങ്കുചേരുകയും കർഷകരെ സഹായിക്കാത്ത ഗവൺമെന്റിന്റെ നടപടിയിൽ പ്രതിഷേധിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ ഇരിക്കൂറിന്റെ ബഹുമാനനായ MLA അഡ്വക്കേറ്റ് സജി ജോസഫ് സാർ നയിക്കുന്ന ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കുന്ന ഏറെ ബഹുമാനരായിട്ടുള്ള നേതാക്കന്മാരെ, ഈ ഒരു സമരം നയിക്കുന്ന ഇരിക്കൂറിന്റെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് സജി ജോസഫ് സാർ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള എന്റെ ഏറ്റവും പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, ഈ നാട്ടിലെ നല്ലവരിൽ നല്ലവരായ നാട്ടുകാരെ, പ്രിയപ്പെട്ടവരെ, കവി പാടി ശ്രദ്ധയോട് അന്നം കൊടുക്കേണ്ട കൈകളോ അർത്ഥിയിൽ വിത്തവും വർണ്ണവും തപ്പുന്നു, മിടിനീരിൽ എരിതീയിൽ എല്ലാം ദഹിക്കുകയാണ് ഉഴിയിൽ ദാഹമേ ബാക്കി എന്ന് പറഞ്ഞതുപോലെ ശ്രദ്ധയോട് അന്നം കൊടുക്കേണ്ട കൈകൾ അർത്ഥിയിൽ വിത്തവും വർണ്ണവും തപ്പുകയാണ്. പണമുള്ളവന്, പൗരപ്രമുഖന്മാർക്ക്, കാശുള്ളവന് വേണ്ടി മാത്രം നിലകൊള്ളുന്ന ഒരു പിണറായി ഗവൺമെന്റ്. അദ്ദേഹത്തിന്റെ പരിഗണന മണൽ കച്ചവടം നടത്തുന്ന കർത്തായും, മണൽ കമ്പനി നടത്തുന്ന കർത്തായും, മാസപ്പടി വരുമാനം കൊടുക്കുന്ന തന്റെ മകൾക്കും കുടുംബത്തിനുമൊക്കെ എല്ലാ മാസവും കാശ് കൊടുത്തുകൊണ്ടിരിക്കുന്ന വലിയ വലിയ കമ്പനികളും കോർപ്പറേറ്റ് മുതലാളികളുമൊക്കെയാണ്. അദ്ദേഹത്തിന്റെ പരിഗണനയിൽ കർഷകരില്ല, വിധവകളില്ല, ഭിന്നശേഷിക്കാരില്ല, പാവപ്പെട്ടവരില്ല, കണ്ണീരണിയുന്ന സംഘടനകളില്ല. അപ്പൊ അങ്ങനെയുള്ള പിണറായി ഗവൺമെന്റിന്റെ പിടിപ്പുകേടിന്റെ അവസാനത്തെ രക്തസാക്ഷിയാണ് ഇന്ന് നമ്മുടെ ഇടയിൽ നിന്നും ആത്മഹത്യയെ നിലയം പ്രാപിച്ച പ്രിയപ്പെട്ട ജോസ് ചേട്ടൻ. ഇങ്ങനെ എത്രയോ ആത്മഹത്യകൾ ഇപ്പൊ ഇവിടെ നടന്നു കഴിഞ്ഞു. തീർച്ചയായിട്ടും ഇതൊന്നും കണ്ണു തുറക്കാൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഏകാധിപതിക്ക് കഴിയുന്നില്ലെങ്കിൽ 1930-കളിൽ കടമനിട്ട് പറഞ്ഞതുപോലെ, അതിനാൽ മകനെ നീ ഇന്ന് മനുഷ്യനാകാതെ മനുഷ്യന്റെ പച്ചയായി തീരൂ എന്ന് മാത്രമാണ് പറയാനുള്ളത്. നീ ഇന്ന് മനുഷ്യനാണ്, മനുഷ്യത്വനാണ് മനുഷ്യന്റെ വാക്കിനർത്ഥം. ഇന്നും മനുഷ്യത്വം തൊട്ടു നീണ്ടിയിട്ടില്ലാത്ത പിണറായി വിജയൻ, മനുഷ്യത്വമില്ലാത്ത, മനുഷ്യനെന്ന് പേര് വിളിക്കാൻ അർഹതയില്ലാത്ത പിണറായി വിജയനോട് നമുക്ക് പറയാനുണ്ട്, മനുഷ്യന്റെ രൂപം മാത്രം കൈമുതലായിട്ടില്ല, ഇദ്ദേഹം മനുഷ്യന്റെ പച്ചപ്പ് വീണ്ടെടുക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഒരു ദീർഘിപ്പിക്കുന്നില്ല. ഈ ഒരു സമരത്തിന് എല്ലാവിധ ഭാവുകങ്ങളും അതിന്റെ ഒരു തുടർ സമരങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞാൻ നഗരസഭയ്ക്ക് വേണ്ടി നേടുകയാണ്. ശ്രീകണ്ഠാപുരത്ത് നടക്കുന്ന 2 മണിക്ക് നടക്കുന്ന കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ വളരെ പെട്ടെന്ന് പോകുന്നത്. കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ തിരിച്ചു വരും. ബഹുമാനപ്പെട്ട MLA അഭിനന്ദിക്കുന്നു. UDFന്റെ മുഴുവൻ നേതാക്കന്മാർക്കും എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർക്കും ഈ ഒരു
ചൂടും ഊർജവും പകർന്നു കൊടുക്കുന്നതിനും നമ്മൾ സജ്ജരാവണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. UDFിന്റെ നിയോജകമണ്ഡലം ചെയർമാൻ ശ്രീ തോമസ് സുൽത്താനം ഇപ്പോൾ സമരനായകനെ ആരാധന ചെയ്തു. UDFിന്റെ നിയോജകമണ്ഡലം കൺവീനർ CK മുഹമ്മദ് സമരനായകനെ ആരാധന ചെയ്തു. അടുത്തായി സംസാരിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗിന്റെ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ TMA ഖാദറിനെ സ്നേഹ ബഹുമാനത്തോടെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, അഡ്വക്കേറ്റ് സലീം ജോസഫ് അടക്കമുള്ള ജനപ്രതിനിധികൾ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ, ഏറ്റവും ദുഃഖകരമായ ഒരന്തരീക്ഷത്തിലാണ് ഈ ഒരു ഉപവാസ സമരം നമ്മുടെ MLA-യും മലയോര മേഖലയിലെ ജനപ്രതിനിധികളും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ അതീവ സങ്കടകരമായ മരണം അതൊരു ആത്മഹത്യയാണ് എന്ന് ഞാൻ പറയുന്നു. അതൊരു രക്തസാക്ഷിത്വമാണ്. മലയോര മേഖലയിലെ കർഷകർക്ക് വേണ്ടിയുള്ള ധീരമായ ഒരു രക്തസാക്ഷിത്വമാണ് ആ പ്രിയപ്പെട്ട കർഷകൻ ഇവിടെ നടത്തിയത്. ഇങ്ങനെയുള്ള രക്തസാക്ഷിത്വങ്ങളിലൂടെ മാത്രമേ തന്റെ ജീവത്യാഗത്തിലൂടെയെങ്കിലും ഈ നാട്ടിലെ കർഷകരുടെ വിഷയങ്ങളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കണം എന്ന ആഗ്രഹമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ പ്രയാസങ്ങളെക്കാൾ കൂടുതൽ അദ്ദേഹത്തെ മരണത്തിലേക്ക് നയിച്ചിട്ടുണ്ടാവുക എന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. നമുക്കറിയാം, നമ്മുടെ കർഷകർ വലിയ പ്രയാസവും ദുരിതവും അനുഭവിക്കുകയും നമ്മുടെ രാജ്യത്തിന്റെ മുദ്രാവാക്യം തന്നെ ജയ് ജവാൻ ജയ് കിസാൻ എന്ന രാജ്യത്തിന്റെ പട്ടാളക്കാരും രാജ്യത്തെ കർഷകരും ഇവരുടെ സേവനം എന്ന് പറയുന്നത് രാജ്യത്തിന്റെ നട്ടെല്ലാണ്, രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമാണ്. കർഷകരും സൈന്യവുമില്ലാത്ത ഒരു രാജ്യം മുന്നോട്ട് പോകില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം പഴയ കാലം മുതൽ തന്നെ നമ്മുടെ രാജ്യത്തെമ്പാടും ഉയർന്നു കിട്ടി. ഇന്ന് നമ്മുടെ രാജ്യത്ത് നമ്മുടെ കേന്ദ്രവും നമ്മുടെ സംസ്ഥാനവും കർഷകരെയും സാധാരണക്കാരെയും പൂർണ്ണമായും വിസ്മരിച്ചുകൊണ്ടാണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയുള്ള ഭരണമാണ് നരേന്ദ്രമോദിയും പിണറായി വിജയനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാവപ്പെട്ട കർഷകന്റെ കടത്തെക്കുറിച്ച് പറയുമ്പോൾ 500 രൂപ പോലും വലിയ തുകയായി കാണുന്ന ഗവൺമെന്റ് ഈ രാജ്യത്തെ വൻകിട മുതലാളിമാരുടെ കോടിക്കണക്കിന് രൂപയുടെ കടം എഴുതിത്തള്ളാൻ ഒരു മടിയും കാണിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ സംസ്ഥാനത്തെ വലിയ വലിയ മുതലാളിമാരുടെ കമ്പനികൾ കോടിക്കണക്കിന് രൂപയുടെ നികുതി കുടിശ്ശിക ബാക്കിയാക്കി നിൽക്കുമ്പോഴാണ് നമ്മുടെ സംസ്ഥാനത്തെ പാവപ്പെട്ട കർഷകരുടെ ഒരു ചെറിയ ആവശ്യം പോലും പരിഗണിക്കാൻ സാധിക്കാതെ ഒരു വാഴ കൃഷിക്കാരൻ അദ്ദേഹത്തെ
കാത്തിരിക്കുന്ന അവർക്ക് ആ നാമമാത്രമായ കുടിശ്ശിക പോലും നൽകാൻ ഗവൺമെന്റ് തയ്യാറാകുന്നില്ല എന്നിടത്താണ് ഈ പാവപ്പെട്ട കർഷകർക്ക് മരണത്തെ വരിക്കേണ്ടി വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ കർഷകർക്കൊരു പ്രാധാന്യവും നൽകാത്ത ഒരു ഗവൺമെന്റാണ് ഇവിടെ ഭരിക്കുന്നത്. ഈ അടുത്ത ദിവസം ഒരു മന്ത്രി സജി ചെറിയാൻ എന്ന മന്ത്രി പറഞ്ഞത് കേരളത്തിൽ കൃഷിക്കാരില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, കേരളത്തിൽ കൃഷി നടത്തിയിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പവുമില്ല, തമിഴ്നാട്ടിൽ നിന്ന് അരി വന്നോളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറികൾ വന്നോളും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ കർഷകരുടെ പ്രാധാന്യത്തെ വില കുറച്ച് കാണിക്കുന്ന ഒരു ഗവൺമെന്റാണ് ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്തും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, റബ്ബറിന് 250 രൂപ ലഭിക്കണം എന്നത് കർഷകരുടെ ഒരു മിതവും ന്യായവുമായ ആവശ്യമാണ്. അതൊരു വലിയ തുകയായതുകൊണ്ടല്ല 250 രൂപ എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട അച്ഛന്മാരൊക്കെ ഈ വേദിയിലേക്ക് വരികയാണ്. ഈ സമരം മലയോര മേഖല ഏറ്റെടുത്തുകൊണ്ട് ഈ മലയോര മേഖലയിലെ അച്ഛന്മാരൊക്കെ ഈ വേദിയിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് സുദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. റബ്ബറിന് 250 രൂപ കിട്ടുക എന്നുള്ളത് ഈ നാട്ടിലെ കർഷകരുടെ മിതവും ന്യായവുമായ ആവശ്യമാണ്. ആ ആവശ്യം പരിഗണിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല. ഈ ഗവൺമെന്റിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ അറിയണം, നമ്മുടെ മുഖ്യമന്ത്രി പ്രിയപ്പെട്ട പിണറായി വിജയൻ അദ്ദേഹം ഒരു യാത്ര നടത്തുകയുണ്ടായി. ഞാൻ രാഷ്ട്രീയമല്ല പറയുന്നത്. അദ്ദേഹം ഒരു യാത്ര നടത്തിയപ്പോ ആ യാത്രയുടെ കോട്ടയത്തെ പരിപാടിയിൽ സ്വാഗതം ആശംസിച്ചത് അവിടുത്തെ പാർലമെന്റ് മെമ്പറായിരുന്നു. ആ പാർലമെന്റ് മെമ്പർ അദ്ദേഹത്തിന്റെ സ്വാഗത പ്രസംഗത്തിൽ പരമപ്രധാനമായി ചൂണ്ടിക്കാണിച്ചത് കേരളത്തിലെ റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളായി. 250 രൂപ റബ്ബറിന് പുറമെ നിശ്ചയിക്കുമെന്ന് നമ്മുടെ മുന്നണി പറഞ്ഞിട്ടുള്ളതാണ്. അത് പറഞ്ഞാണ് നമ്മൾ അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അത് പരിഗണിക്കണം എന്ന വേദിയിൽ വെച്ച് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി നമ്മൾക്ക് ആശ്ചര്യപ്പെടുത്തുന്നതാണ്. അദ്ദേഹം പറഞ്ഞത് ഈ സ്വാഗതം പറഞ്ഞ പുള്ളിക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞത്. സ്വാഗതം പറഞ്ഞയാൾക്ക് കാര്യം മനസ്സിലായിട്ടില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല സാർ, ഞങ്ങൾക്കും മനസ്സിലായിട്ടില്ല, ഈ നാട്ടിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. റബ്ബർ കർഷകന് 250 രൂപ തറവില കിട്ടണമെന്ന് പറയുന്നത് ഒരു കാര്യമല്ലെങ്കിൽ പിന്നെ എന്തിന് നിങ്ങൾ അവിടെ ഭരിക്കുന്നു എന്നാണ് ഈ നാട്ടിലെ ജനങ്ങൾ ചോദിക്കുന്നത്. നാളികേര കർഷകരുടെ ഉൽപ്പന്നങ്ങൾ എടുക്കാനാണില്ല. ഏക നാളികേരത്തിന് പണം കൊടുക്കാൻ സർക്കാരിന്റെ കയ്യിൽ കാശില്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അദ്ദേഹം യാത്ര ചെയ്യുന്ന വാഹനത്തിൽ തന്നെ 4, 5, 6 തവണ ഓരോ മണിക്കൂറിടവിട്ട് പ്രസംഗിക്കാനും മറ്റ് കാര്യങ്ങൾക്കും ഇറങ്ങുന്ന വാഹനത്തിൽ തന്നെ മൂത്രമൊഴിക്കാൻ സൗകര്യം ഏർപ്പെടുത്തുന്നതിൽ ജാഗ്രത കാണിച്ച ഒരു മുഖ്യമന്ത്രിയും ഭരണാധികാരികളും എന്തുകൊണ്ട് ഈ നാട്ടിലെ പാവപ്പെട്ട കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകുന്നില്ല? നമ്മുടെ കുട്ടനാട്ടിലെ നെൽകർഷകരൊക്കെ അനുഭവിക്കുന്ന ദുരിതം എത്രയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അവിടെ നെല്ലെടുക്കാനാണില്ല. നെല്ലെടുത്താലോ അതിന്റെ കാശ് കൊടുക്കുന്നത് കടമായിട്ടാണ്. ആ കടത്തിന്റെ പേരിൽ പോലും സർക്കാരിന്റെ നെല്ല്, ആ നെല്ലിന് സർക്കാർ കൊടുക്കേണ്ട പണം അത് കടമായി കൊടുക്കുന്നു, അതിന് പലിശ കൊടുക്കുന്നു. അതിന്റെ പേരിൽ കർഷകർ ആത്മഹത്യ ചെയ്തത് നമുക്ക് കാണാൻ സാധിച്ചു, കേരളത്തിൽ കേൾക്കാൻ സാധിച്ചു. എന്തുമാത്രം ഗുരുതരമാണ് നമ്മുടെ നാട്ടിലെ സാഹചര്യം. കർഷകർക്ക് ജീവിക്കാനൊരു വഴിയില്ല. കർഷകർ
മനോഹരമായ പ്രദേശമായി മാറി. ഈ മനോഹരമായ പ്രദേശത്തിന്റെ സൃഷ്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ നാട്ടിലെ കർഷകരാണ്. ആ കർഷകർ സർക്കാരിന്റെ അവഗണനയിൽപ്പെട്ട് ജീവിത രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ അടങ്ങിയിരിക്കാൻ ജനപ്രതിനിധികൾക്ക് കഴിയില്ല. അതുകൊണ്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട MLA അഡ്വക്കേറ്റ് സജി ജോസഫിന്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തെ ജനപ്രതിനിധികൾ ഇതുപോലുള്ള സമരവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. ഈ സമരം ഈ നാട്ടിലെ ജനങ്ങൾ ഏറ്റെടുക്കും. ഈ സമരം ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഏറ്റെടുക്കും. ഈ സമരം മലയോര മേഖല ഏറ്റെടുക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ മലയോര മേഖലയിൽ നിന്നും പാവപ്പെട്ട കർഷകരുടെ കണ്ണിൽ നിന്ന് വിട്ടുവീഴുന്ന കണ്ണുനീരിൽപ്പെട്ട് എല്ലാ ഭരണകൂടങ്ങളും തകർന്ന് തരിപ്പുകളാകുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർഷകർക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ തയ്യാറാകണം. കർഷക പ്രശ്നങ്ങളോട് അനുഭവം പുലർത്താൻ തയ്യാറാകണം. ഗവൺമെന്റ് കണ്ണു തുറക്കാൻ തയ്യാറാകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ സമരം ചെയ്യുന്ന മുഴുവൻ സമരനായകന്മാർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് ജവാൻ ജയ് കിസാൻ. ഈ സമര പോരാട്ടത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വായാട്ടൂർ ഭരണാധികാരി ശ്രീ തോമസ് തെങ്ങുപള്ളി അച്ഛനും കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറായ ശ്രീ ഫിലിപ്പ് കബീൽ അച്ഛനും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ശ്രീ ഫിലിപ്പ് കബീൽ അച്ഛനെ ക്ഷണിക്കുന്നു. നമ്മുടെ സമീപ പ്രദേശത്ത് നമ്മൾ ഒരുവനായിരുന്ന പ്രിയപ്പെട്ട ജോസിയേട്ടന്റെ നിര്യാണത്തില് കർഷകനായ ജോസിയേട്ടന്റെ ആത്മാഹുതിയുടെ പശ്ചാത്തലത്തില് അദ്ദേഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ സർവ്വ കർഷകരോടും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇരിക്കൂറിന്റെ വീരപുത്രനായ MLA അഡ്വക്കേറ്റ് സജി ജോസഫ് സാറിന്റെ ഈ ഉപവാസ സമരത്തില് സന്നിഹിതരായിരിക്കുന്ന വായാട്ടൂർക്ക് സ്വകാര്യ ബഹുമാനപ്പെട്ട തോമസ് തെങ്ങുപള്ളി, ബഹുമാനപ്പെട്ട ജനപ്രതിനിധികളെ, നേതാക്കന്മാരെ, പ്രിയ കർഷക സുഹൃത്തുക്കളെ, ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്ന് ഈ പരിപാടിയിൽ ഞാൻ വരുവാൻ കാരണം കർഷകരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന, കർഷകരെ നെഞ്ചോട് ചേർക്കുന്ന, കർഷകരുടെ കൂടെ നിൽക്കുന്ന, കർഷകരിൽ ഒരുവനായ ഒരു MLA ഈ നാട്ടിലുണ്ട് എന്നുള്ള ബോധ്യമുണ്ടാണ്. ഇരിക്കൂറിന്റെ MLA അഡ്വക്കേറ്റ് ശ്രീ സജി ജോസഫ് സാറിനെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അദ്ദേഹം ഒരു കർഷക കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. ഈ നിയോജക മണ്ഡലത്തിന് ഒരു കർഷകനൊരു പ്രതിസന്ധി ഉണ്ടാകുന്നു എന്ന് കാണുമ്പോൾ ആദ്യം ഓടിയെത്തുന്ന ആളുകളിൽ ഒരാള് പ്രിയപ്പെട്ട സജി ജോസഫ് സാറാണ് എന്ന് പറയുവാൻ എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ വികസനത്തിന്റെ പേരുകൾ നമ്മൾ ഉയർത്തി കേൾക്കുന്നുണ്ട്. വികസനത്തിന്റെ പേര് പറഞ്ഞ് ഈ നാടിന്റെ അങ്ങോളം ഇങ്ങോളം ഇവിടുത്തെ ഭരണാധികാരികൾ സഞ്ചരിക്കുമ്പോഴും സാധാരണക്കാരനായ കർഷകന് ഇവിടെ ജീവിക്കുവാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് എന്ന് ഞാൻ വ്യക്തിപരമായി നേരിട്ട് കണ്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയാണ്. ഇക്കഴിഞ്ഞ 11 തൊട്ട് ഡിസംബർ മാസം 11 തൊട്ട് 22-ാം തീയതി വരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെ കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ അതിജീവനം നടത്തി യാത്ര നടത്തിയപ്പോൾ ഈ അതിജീവന യാത്രയിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതിനെ നയിച്ച വ്യക്തികളുടെ കൂടെ ചേർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ സാധാരണക്കാരന്റെ ജീവിതം ഇത് കഷ്ടത്തിലാണ്. സാധാരണക്കാരന് ഇവിടെ ഒരു രക്ഷയുമില്ല. അവൻ പൊറുതി കെട്ടിരിക്കുകയാണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് വ്യക്തിപരമായി ബോധ്യപ്പെട്ടു. പ്രിയപ്പെട്ടവരെ, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇവിടുത്തെ സാധാരണക്കാരായ കർഷകർക്ക് ജീവിക്കുവാൻ സാധിക്കാത്ത ഒരു സ്ഥിതി ഈ നാട്ടിൽ സംജാതമായിട്ടുണ്ടെന്നുള്ളത് തെളിവാണ്. ഇവിടെ തുടർക്കഥകളായി വരുന്ന
നാട്ടിലെ കർഷകനായ തോമസ് പ്രിയപ്പെട്ട ചേട്ടന്റെ ജീവൻ വെടിഞ്ഞത്, ജോസിയേട്ടന്റെ ജീവൻ വെടിഞ്ഞത് ഒരു ബലിയർപ്പണമാണ്. എന്തുകൊണ്ടാണ്? തനിക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുന്നില്ല, തന്റെ ജീവനെ ആശ്രയിക്കുന്നില്ല കുടുംബാംഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നെറ്റിയിലെ വിയർപ്പെടുത്തി ചെയ്ത കാർഷിക വൃത്തി അതുകൊണ്ട് ജീവിക്കാൻ സാധിക്കുന്നില്ലാത്ത സ്ഥിതി വന്നപ്പോൾ അഭിമാനിയായ ആ മനുഷ്യൻ ജീവൻ വെടിയുകയാണുണ്ടായത്. വാഴകൃഷി നടത്തിയ അതും സ്വന്തം സ്ഥലത്തിന് ഒരു 10 സെന്റ് സ്ഥലം മാത്രമേ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 3 മക്കള്, വളരെ സാധാരണക്കാരായ മനുഷ്യൻ, സ്വന്തം ഭാര്യയ്ക്ക് ലോകത്താണ് പറയുന്ന ഒരു കുടുംബം. ആ കുടുംബത്തെ പോറ്റാൻ അദ്ദേഹം മറ്റുള്ളവരുടെ സ്ഥലം പാട്ടത്തിനെടുത്ത് അവിടെ വാഴ വെച്ചു. ആ വാഴയ്ക്ക് പ്രകൃതിക്ഷോഭം മൂലം പല വാഴകളും തകർന്നു വീഴുകയും കൃഷിനാശം സംഭവിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തെ സഹായിക്കുവാൻ ആരുമില്ലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആരാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത്? നമ്മൾ എന്തിനാണ് ഇവിടെ ഒരു ഗവൺമെന്റിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്? ഇവിടുത്തെ സർക്കാരുകൾ ഇവിടുത്തെ പൗരന്മാർക്ക് സുരക്ഷിതത്വം നൽകുവാനുള്ളതാണ്. ജീവന് സ്വത്തിന് സുരക്ഷിതത്വം നൽകുന്ന സർക്കാരുകള് ഇവിടുത്തെ സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങളെ പരിഗണിക്കുന്നില്ലെങ്കിൽ അതിനെതിരെയാണ് ഈ ഉപവാസ സമരം. ജനപ്രതിനിധികള് ആത്യന്തികമായി ജനങ്ങൾക്ക് വേണ്ടിയുള്ളവരാണ്. അതിനുള്ള ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ വീരപുത്രനായ പ്രിയപ്പെട്ട സജി ജോസഫ് സാറ്. ജനങ്ങളുടെ കൂടെ നിൽക്കുന്നവരായിരിക്കണം ജനപ്രതിനിധികള്. ജനപ്രതിനിധികള് അധികാരം കൈയാളുമ്പോൾ കൂടുതൽ താഴ്ന്നിറങ്ങി വന്ന് ജനത്തിന്റെ കൂടെ നിൽക്കണം. ശീതീകരിക്കപ്പെട്ട മുറികളിൽ ഇരിക്കുന്നത് കൊണ്ടോ കോടിക്കണക്കിന് രൂപയുള്ള ബസ്സുകളിലോ വാഹനങ്ങളിലോ കേരളമൊട്ടുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും രാജസദസ്സുകൾ നടത്തിയത് കൊണ്ടോ ഇവിടുത്തെ സാധാരണക്കാരന് അന്നുവാൻ സാധിക്കുകയില്ല എന്ന് പലകുറി നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, സാധാരണക്കാരുടെ പ്രശ്നങ്ങള് പൊതുസമൂഹം മനസ്സിലാക്കണം. ഇവിടെ വന്യജീവികളുടെ ആക്രമണം പോലെ മനുഷ്യന് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി സംജാതമാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓരോ ദിവസവും നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ഇതിന് ശേഷം പോകുന്നത് കീഴ്പള്ളിയിലേക്കാണ്. അവിടെ ഈ രാത്രിയിൽ പുലർച്ചെയും ഒരു കുടുംബത്തിന്റെ സ്ഥലം മുഴുവൻ ആന ചവിട്ടി അരച്ചു. അവരുടെ കൃഷികളെ മുഴുവൻ നശിപ്പിച്ചു. എന്തേ ഇവിടെ ആരും അതറിയാത്തത്? പാവപ്പെട്ട കർഷകന്റെ വിളകൾ നശിപ്പിക്കുന്ന ഈ വന്യജീവികളെ തുരത്തുവാൻ ഇവിടുത്തെ ഗവൺമെന്റ് സത്വര നടപടികൾ എടുക്കണം. അവർക്കുള്ള നാശനഷ്ടങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകണം. പ്രിയപ്പെട്ടവരെ, വലിയ വ്യവസായികൾക്ക് നഷ്ടങ്ങൾ വരുമ്പോൾ ഇവിടുത്തെ ഗവൺമെന്റുകളെ മാറി മാറി കേന്ദ്രമായാലും കേരളമായാലും അവരെ സഹായിക്കാൻ സന്നദ്ധരാണ്. അവരുടെ കടമാറ്റത്തില് എഴുതി തള്ളുവാൻ ഗവൺമെന്റുകള് മത്സരിക്കുകയാണ് എന്ന് ഞാൻ പറയൂ. ഇവിടുത്തെ പാവപ്പെട്ടവരുടെ പ്രശ്നം വരുമ്പോൾ ഗവൺമെന്റുകൾക്ക് പണമില്ല എന്നാണ് പറയുന്നത്. അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. പാവപ്പെട്ടവന് കൊടുക്കാൻ പണമില്ലെങ്കിൽ പണമിനെ കണ്ടെത്തണം. അതിനാണ് നിങ്ങളെ സർക്കാരുകളായിട്ട് ഞങ്ങളോട് അവരോധിച്ചിരിക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, കർഷകരുടെ നേതൃത്വത്തിൽ ഇവിടെ 2ാം വിമോചന സമരം തന്നെ നടത്തേണ്ട സ്ഥിതി ഈ നാട്ടിൽ സംജാതമായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ രാഷ്ട്രീയമോ നോക്കരുത്. ഒരൊറ്റ ചിന്ത മാത്രമേ നമുക്കുണ്ടാകാവൂ. കർഷകനെന്ന ചിന്ത. കർഷകനും സാധാരണക്കാരനും വേണ്ടി നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നമുക്കിവിടെ അതിജീവിക്കാൻ സാധിക്കുകയില്ല എന്ന സത്യം പ്രിയപ്പെട്ടവരെ, പ്രിയ കർഷക സുഹൃത്തുക്കളെ, നിങ്ങളോട് പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കത്തോലിക്ക കോൺഗ്രസ് എന്താണെങ്കിലും ഒരുമിക്കാറിയിരിക്കുകയാണ്. ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആരോടും ഞങ്ങൾ സഹകരിക്കും. ഞങ്ങളുടെ മാനദണ്ഡം ഒരേ ഒന്ന് മാത്രമാണ്, കർഷകപക്ഷം. ആരൊക്കെ കർഷകന്റെ കൂടെ നിൽക്കുന്നോ അവരുടെ കൂടെ കർഷകന്റെ ദിക്കുവാനായി കത്തോലിക്ക കോൺഗ്രസ് ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രഖ്യാപിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നോട് ഇങ്ങോട്ട് പോകുമ്പോഴ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആലക്കോട് ഭവന പ്രസിഡന്റ് പറഞ്ഞു, അച്ഛാ, ആലക്കോട് മേഖലയിൽ 850-ലധികം കുടുംബങ്ങൾക്കാണ് ജപ്തി ഭീഷണി ഉണ്ടായിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആളുകൾ എന്തുകൊണ്ടാണ് ജീവൻ നഷ്ടപ്പെടുത്തുവാൻ, ആത്മഹത്യ നടത്തുവാൻ തയ്യാറാകുന്നത്? അവരുടെ കഷ്ടതയില് അവർ താങ്ങായില്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ നമ്മുടെ ആളുകളുടെ ജീവൻ രക്ഷിക്കുവാൻ നമുക്ക് സാധിക്കും. നമ്മൾ ഒരുമിച്ച് നിൽക്കണം.
നേതൃത്വം എടുക്കുവാൻ സാധിക്കും. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു കോൺഗ്രസുകാരനിവിടെ സമരയിരിക്കുന്നത് കൊണ്ടല്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് ഈ ഇരിക്കുന്ന ഒരു പൗരനെന്നതിനെയും ഞാൻ കൂടി വിജയിപ്പിച്ച നമ്മളുടെ ജനപ്രതിനിധി, നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി സ്വരമുയർത്തുവാൻ പൊതുജന സമൂഹത്തിന് സർക്കാരിന് മുമ്പിൽ കർഷകരുടെ വിഷയം ഉന്നയിക്കുന്നത് കൊണ്ടാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുപോലെയുള്ള ജനപ്രതിനിധികളാണ് നമുക്ക് ആവശ്യമുള്ളത്. നമുക്ക് അഡ്വക്കേറ്റ് സജി ജോസഫിന് എല്ലാ സപ്പോർട്ടും എല്ലാ പിന്തുണയും കൊടുക്കണം. നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്ന് ആഹ്വാനത്തോടെ ഈ ഉപവാസ സമരത്തിന് കത്തോലിക്ക കോൺഗ്രസിന്റെ കർഷക പക്ഷത്തു നിന്നുള്ള എല്ലാവരുടെ പിന്തുണയും ആത്മാർത്ഥമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ജയ് കത്തോലിക്ക കോൺഗ്രസ്. രാഷ്ട്രീയ കിസാൻ കോൺഗ്രസിന്റെ സംസ്ഥാന ചെയർമാൻ ശ്രീ അഡ്വക്കേറ്റ് ബിനോയ് തോമസിനെ ഈ രീതിയിൽ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അടുത്തതായി നമ്മളോട് ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി വായാട്ടുപറമ്പ് പരമനാധികാരി ശ്രീ തോമസ് തെങ്ങമ്പള്ളി അച്ഛനെ ഫാദർ തോമസ് തെങ്ങമ്പള്ളി അച്ഛനെ ക്ഷണിക്കുന്നു. ഇരിക്കൂറിന്റെ MLA ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സജി ജോസഫ് സാർ, ഈ സത്യാഗ്രഹം അനുഷ്ഠിക്കുന്ന പ്രിയ സുഹൃത്തുക്കളെ, എഴുതിയിരിക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, പ്രിയ നാട്ടുകാരെ, വളരെ ദുഃഖകരമായ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് കുറവഞ്ചാലിന്റെ ഹൃദയഭാഗത്ത് ഈ ഉപവാസ സമരം നടക്കുന്നത്. പട്ടംപാറയിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ വരുന്നത്. ജോസ് എന്ന കർഷകന്റെ മൃഗസംസ്കാര കർമ്മങ്ങൾക്ക് കർമ്മകത്വം വഹിച്ചിട്ട് വരുമ്പോൾ വലിയ ഹൃദയഭാരത്തോടുകൂടിയാണ് ഇവിടെ വന്ന് നിൽക്കുന്നത്. പ്രിയപ്പെട്ട സഹധർമ്മിണിയുടെ എങ്ങനെ വെച്ചുള്ള കരച്ചിലിന്റെ സ്വരപ്പോൾ നാടുകളിൽ മുഴങ്ങുകയാണ്. പ്രിയപ്പെട്ട മകൾ ബോധരഹിതയായി വീഴുന്നതിന് ദൃക്സാക്ഷിയായിട്ട് ആണ് വരുന്നത്. രണ്ട് ആൺമക്കൾ സകലവും നഷ്ടപ്പെട്ടവനെ പോലെ വിരുമ്പി കരയുന്നത് കണ്ടിട്ടാണ് വരുന്നത്. ആരാണ് ഈ വലിയ ദുരന്തത്തിന് ഉത്തരവാദി? ആരാണ് ജോസിയേട്ടൻ എന്ന് പറയുന്ന ആ പാവപ്പെട്ട കർഷകനെ മരണത്തിലേക്ക് തള്ളിവിട്ടത്? അത് ഇവിടുത്തെ ഭരണകൂടവും നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതിയും ആണ് എന്നുള്ളത് പറയാതെ കർഷകരെ ഓരോരുത്തരെയായി കൊലയ്ക്ക് കൊടുക്കുന്ന ഒരു ഭരണവ്യവസ്ഥിതി നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്ന് പറയേണ്ടി വരും. ജോസിയേട്ടൻ്റേത് ഒരു ആത്മഹത്യയാണോ ആത്മാഹുതിയാണോ എന്നൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഒരു കൊലപാതകമാണെന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം മരണമല്ലാത്ത മറ്റൊരു വഴി തിരഞ്ഞെടുക്കാൻ സാധ്യതയില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ ഭരണകൂടം അതിന്റെ സാമ്പത്തിക വ്യവസ്ഥിതികൾ കർഷകരെ കൊണ്ടുവരുന്നതിന് ഏറ്റവും ഗതഭാഗ്യമായ അവസ്ഥയിലാണ് നാം ജീവിക്കുന്നത്. കർഷകർക്ക് ജീവിക്കാൻ സാധിക്കാത്ത ഈ സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ഇവിടെ കാർഷിക വിളകൾക്ക് വില സുസ്ഥിരമായി ലഭിക്കാൻ ഇടപെടലുകൾ നടത്തേണ്ടത് ആരാണ്? അതിവിടുത്തെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളാണ്. വിളനാശമുണ്ടായാൽ ഈ വിള ഉണ്ടാക്കുവാൻ വേണ്ടി രാമകളില്ലാതെ അധ്വാനിച്ച കർഷകർക്ക് താങ്ങായി തണലായി അവരുടെ കൂടെ നിൽക്കേണ്ടവരാണ്. അതവിടുത്തെ ഭരണകൂടങ്ങളല്ലേ? കർഷകരുടെ കൃഷിയിടങ്ങളെ നശിപ്പിക്കുന്ന വന്യമൃഗങ്ങളെ നിലയ്ക്ക് നിർത്താൻ വന്യമൃഗങ്ങളുടെ കർഷകന്റെ ഉയർത്തുന്ന ഫലങ്ങളെ സംരക്ഷിക്കാൻ ആരാണ് അവരുടെ കൂടെ നിൽക്കേണ്ടത്? ആരാണ് കർഷകന്റെ കൃഷിഭൂമിക്ക് വന്യമൃഗങ്ങളെ സംരക്ഷിക്കുന്നത്?
രാഷ്ട്രീയ പാർട്ടിയാണ് നാട് ഭരിക്കുന്നതിനൊന്നും പ്രസക്തമല്ല. നാട് ഭരിക്കുന്നവരെയാണ് നമ്മൾ സർക്കാർ എന്ന് വിളിക്കുന്നത്, ഭരണകൂടം എന്ന് വിളിക്കുന്നത്. ഈ ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വം അത് മന്ത്രിമാരും ഉദ്യോഗസ്ഥന്മാരും എല്ലാം അടങ്ങുന്ന ഭരണകൂടത്തിന്റെ ഉത്തരവാദിത്വമാണ് കർഷകന് സംരക്ഷണം നൽകാൻ. അവൻ അധ്വാനിക്കാൻ തയ്യാറാണ്, അവൻ അധ്വാനിക്കാൻ ഏതറ്റം വരെ പോകാൻ തയ്യാറാണ്, രാപകലിയാൻ അധ്വാനിക്കാൻ, എല്ലും വരെ പണിയെടുക്കാൻ ഇന്നും കർഷകൻ തയ്യാറാണ്. ഈ ജോസിയേട്ടന്റെ കാര്യം തന്നെ നോക്കുക. അദ്ദേഹം എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് അന്ന് മലമുകളിലുണ്ടായിരുന്ന സ്ഥലം വിട്ടിട്ട് താഴേക്ക് ഇറങ്ങി വരേണ്ടി വന്നത്? അവിടെ അദ്ദേഹത്തിന് അധ്വാനിക്കാൻ ആവശ്യമായ സ്ഥലമുണ്ടായിരുന്നു. പക്ഷേ ചുറ്റുപാടുകളിൽ എല്ലാവരും സ്ഥലം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോകേണ്ടി വന്നപ്പോൾ, വന്യമൃഗങ്ങൾക്കിടയിൽ അദ്ദേഹം ഒറ്റപ്പെട്ടു പോയപ്പോൾ തന്റെ സ്ഥലമെല്ലാം ഉപേക്ഷിച്ച് 9 സെന്റിലേക്ക് അദ്ദേഹം ഇറങ്ങി വരികയാണ്. അവിടെ ഒരു വീട് പണിയാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല. ഭൂമിയായ ഭാര്യയെ ശുശ്രൂഷിക്കാൻ അദ്ദേഹം ചെയ്യാവുന്ന അധ്വാനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലുള്ള കൃഷി പരീക്ഷണങ്ങൾ. തന്റെ കുറഞ്ഞ സെന്റ് സ്ഥലത്ത് അദ്ദേഹം പച്ചക്കറികളും മറ്റു സാധനങ്ങളെല്ലാം നട്ടുപിടിപ്പിക്കുകയാണ്. എന്നിട്ടും ഈ അധ്വാനിക്കുന്നതെല്ലാം വന്യമൃഗങ്ങൾ നശിപ്പിക്കുമ്പോ, ഇപ്പോൾ ഏത്തവാഴ കൃഷി നടത്തിയതിന് ഏത്തവാഴയുടെ വില 20 രൂപയിൽ താഴേക്ക് പോകുമ്പോ തന്റെ അധ്വാനത്തിനുള്ള പ്രതിഫലം പോലും കിട്ടാത്ത ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടപ്പോ പിന്നെന്താണ് ചെയ്യുക? ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ സാധിക്കാതെ ഒരു നിസ്സഹായതയുടെ നടുവിൽ നിൽക്കുന്ന ഒരു മനുഷ്യന് മറ്റൊരു മാർഗം കണ്ടെത്താൻ സാധിക്കുന്നില്ല. പഞ്ചായത്ത് സർക്കാരുകൾ മാത്രമല്ല, ഈ പൊതുസമൂഹത്തിനും ഒരുപക്ഷെ ലജ്ജയോടുകൂടി തലമുറത്തേണ്ട സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള കടക്കണിയിൽപ്പെട്ട ഒരു മനുഷ്യനെ, നിസ്സഹായപ്പെട്ട ഒരു മനുഷ്യനെ സഹായിക്കാൻ നമുക്കാർക്കും സാധിച്ചിട്ടില്ലല്ലോ എന്നുള്ള കുറ്റബോധം കൂടി നമുക്കുണ്ടാകണമെന്ന് എനിക്ക് തോന്നുകയാണ്. ഭരണകൂടത്തെ മാത്രമല്ല, നമ്മെ ഓരോരുത്തരെയും ഇത് കുറ്റപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു ഭരണം നിങ്ങൾക്ക് സാധിക്കാമായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്തോ എന്നുള്ളൊരു ചോദ്യം. ഇന്നിവിടെ ഉപവാസ സമരം നടക്കുമ്പോൾ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ചെയ്യുന്നത് ഈ നാടിന്റെ മനസാക്ഷി ഉണർത്താൻ, സർക്കാരിനോട് അവരുടെ മൗഢ്യം പിടിഞ്ഞ് മൗനം പിടിഞ്ഞ് കർഷകന്റെ പ്രശ്നത്തിലേക്ക് എങ്ങനെയെങ്കിലും ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും ഒന്നിച്ചു നിൽക്കാനുള്ള, ഇത്തരത്തിലുള്ള കർഷകരുടെ പ്രശ്നങ്ങളിൽ ഒന്നിച്ചു നിൽക്കാനുള്ള ഒരു ആഹ്ലാദമായൊക്കെയാണ് ഈ സമരമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായിരിക്കണം ഈ സമൂഹത്തിന് നേതൃത്വം കൊടുക്കുന്ന, നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട ജനപ്രതിനിധി എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് നമ്മുടെ ഈ പല പ്രദേശങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുമുള്ള കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന് അനുമോദനങ്ങൾ അറിയിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരു ചുവടുവെപ്പ് നടത്തുന്നതിന് തീർച്ചയായും കർഷകർക്ക് വലിയ പ്രതീക്ഷയുണ്ട്. അവരെ പ്രതിനിധീകരിക്കുന്ന, അവരുടെ വിഷമങ്ങളെ നെഞ്ചോട് ചേർത്ത് വെക്കുന്ന ഒരു ജനപ്രതിനിധി അവർക്കുണ്ട് എന്നുള്ള കാര്യത്തിൽ ഈ ഉപവാസ